അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് എന്തായിരുന്നു? സത്രിയ അല്ലെ? സത്രിയ. നോക്ക, പരമ്പരാഗത നൃത്ത നാടകമാണ്. മജുലി ദ്വീപിലാണ് ആരംഭിച്ചത്. മജുലി ദ്വീപിലാണ് ആരംഭിച്ചത്. എവിടെയാണ് മജുലി ദ്വീപ്? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി, ബ്രഹ്മപുത്ര, അസം. ശങ്കരദേവൻ ആണ് ഇത് ആരംഭിച്ചത്. ശങ്കരദേവൻ. ഓക്കെ. പ്രധാന നർത്തകര് അന്വേഷ മൊഹന്ത, അനന്യ മൊഹന്ത. മൊഹന്ത എന്ന് കണ്ടു എന്ന് പറഞ്ഞു വെച്ചാൽ ഏത് മാർക്ക് ചെയ്യുക? സത്രിയ മാർക്ക് ചെയ്യുക. അസമിലെ പരമ്പരാഗത നൃത്ത നാടകമാണ്. വൈഷ്ണവേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വിഷ്ണുവിനെ ആരാധിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സത്രങ്ങളിൽ താമസിക്കുന്നവർ. മജുലി ദ്വീപിലാണ് ഇത് ആരംഭിച്ചത്. ശങ്കരദേവനാണ് ആരംഭിച്ചത്. പ്രധാന നർത്തകർ അന്വേഷ മൊഹന്ത, അനന്യ മൊഹന്ത. 8 ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. കേരളത്തിൽ നിന്ന് 2 മോഹിനിയാട്ടം, കഥകളി. മോഹിനിയാട്ടം, കഥകളി. തമിഴ്നാട് ഭരതനാട്യം, ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി, ഉത്തരേന്ത്യ കഥക്ക്, അസം സത്രിയ, മണിപ്പൂർ മണിപ്പൂരി, ഒഡീസി ഒഡീഷ. ഒഡീസി ഒഡീഷ. ഈ മണിപ്പൂരി എന്ന് പറഞ്ഞ ഡാൻസ് ഫോം ഇന്ന് കാണുന്ന രീതിയിൽ ഫേമസ് ആക്കി അല്ലെങ്കിൽ നിലനിർത്തിയത് എങ്ങനെയാണോ വള്ളത്തോളം കഥകളിയെ കേരള കലാമണ്ഡലം സ്ഥാപിച്ച് സംരക്ഷിച്ചത്, അതേപോലെ മണിപ്പൂരിയെ സംരക്ഷിച്ച വ്യക്തിയാണ് ആര്? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ. ഇതിൽ ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കിട്ടിയിരിക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് കഥക്കാണ്. കഥക്കാണ്. കുറവ് കിട്ടിയിരിക്കുന്നത് ചോദിച്ചു പറഞ്ഞാൽ ഏതാണ്? മണിപ്പൂരിയാണ്. മണിപ്പൂരിയാണ്. അടുത്ത ത്രിഭംഗ സ്റ്റൈൽ ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ പൂജിച്ച് തുടങ്ങുന്ന നൃത്തരൂപമാണ് ഏത്? ഒഡീസി. ചലിക്കുന്ന ശില്പമാണ് ഏത്? ഒഡീസി. ഒന്നുകൂടെ പറയാ, ത്രിഭംഗ സ്റ്റൈൽ ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ പൂജിച്ച് തുടങ്ങുന്ന നൃത്തരൂപമാണ്. ചലിക്കുന്ന ശില്പമാണ് ഏത്? ഒഡീസി. പഞ്ചകന്യക അവതരണം ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗീതാ ഗോവിന്ദത്തിലെ കവിതകൾ ഒഡീസിയിൽ ഉപയോഗിക്കുന്നു. ഗീതാ ഗോവിന്ദം രചിച്ചത് ജയദേവൻ. ജയദേവൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗീതാ ഗോവിന്ദം രചിച്ചതാരാണ്? ജയദേവൻ. ചലിക്കുന്ന ശില്പമാണ് ഏത്? ഒഡീസി. അടുത്ത പ്രധാന ഒഡീസി നർത്തകർ കേളുചരൺ മഹാപാത്ര, പങ്കജ് ചരൺ, ഇന്ദ്രാണി റഹ്മാൻ, യാമിനി കൃഷ്ണമൂർത്തി. കേളുചരൺ മഹാപാത്ര, പങ്കജ് ചരൺ, ഇന്ദ്രാണി റഹ്മാൻ, യാമിനി കൃഷ്ണമൂർത്തി. അടുത്ത ഭരതനാട്യം. ദാസിയാട്ടം എന്നറിയപ്പെടുന്നു. ചലിക്കുന്ന കാവ്യം. തെറ്റിക്കരുത്, ചലിക്കുന്ന ശില്പം ഒഡീസിയായിരുന്നു. ചലിക്കുന്ന കാവ്യം ഏതാണ്? ഭരതനാട്യം. നാട്യശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണ് ഷഡ് സഹസ്രി. ഷഡ് സഹസ്രി. 6000 പൊളിറ്റിക്കൽ വേഴ്സസ് പോയിറ്റിക് വേഴ്സസ് ഉള്ള കാരണം കൊണ്ടാണ് പോയിറ്റിക് വേഴ്സസ് ഉള്ള കാരണം കൊണ്ടാണ് നാട്യശാസ്ത്രത്തിന് അങ്ങനെ പേര് കിട്ടിയത്. എന്ത്? ഷഡ് സഹസ്രി. നാട്യശാസ്ത്രത്തിന്റെ ആത്മാവ് രസമാണ്. ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന രസങ്ങൾ ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ശാന്തം, ഭീകരം. ഏതൊക്കെയാണ്? ശാന്തം, ഭീകരം. നാട്യശാസ്ത്രത്തിന്റെ ആത്മാവ് രസം. നാട്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന കൃതി അഭിനയ ദർപ്പണം. പ്രധാന നർത്തകര് രുക്മണി ദേവി അരുന്തേൽ, മൃണാളിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി. രുക്മണി ദേവി അരുന്തേൽ, മൃണാളിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി. കഥകളി. കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ്. ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ് കഥകളിയുടെ ശുക്രദശ. ആദ്യ ചടങ്ങ് എന്താണ്? കഥകളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കേളികൊട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആദ്യ ചടങ്ങാണ് പുറപ്പാട്. ഓക്കെ. അവസാന ചടങ്ങ് ധനാശി. ധനാശി പാടുക പറയുമ്പോൾ അവസാനിപ്പിക്കുക. കളി കഴിയുന്നത് വരെ അമംഗളം ഉണ്ടാകാതിരിക്കാനായി നടത്തുന്ന പ്രാർത്ഥനയെ പറയുന്ന പേരാണ് തോടയം. 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 പ്രാർത്ഥനയെ പറയുന്ന പേരാണ് തോടയം. ആദ്യ ചടങ്ങ് പുറപ്പാട്, അവസാന ചടങ്ങ് ധനാശി, പ്രാർത്ഥന, തോടയം. കഥകളിയെ ടോട്ടൽ തിയേറ്റർ എന്നാണ് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത്. ആട്ടക്കഥ രചിച്ച ഒരേ ഒരു സ്ത്രീ ആരാന്ന് ചോദിക്കും. എനിക്ക് നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യറാക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. ആട്ടക്കഥ രചിച്ച ഏക സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കുട്ടിക്കുഞ്ഞു തങ്കച്ചി. മാർക്ക് ചെയ്യുക. റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. കുട്ടിക്കുഞ്ഞു തങ്കച്ചി.
പുറമേ നിന്നുള്ള കടന്നുകയറ്റം ഇല്ലാത്ത ക്ലാസിക്കൽ നൃത്തരൂപം മണിപ്പൂരി. അടുത്തത് ചൗ ഡാൻസ് പ്രചാരത്തിലുള്ളത്, ഓപ്ഷനിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു ചൗ, ജാർഖണ്ഡിലാണ്. യുനെസ്കോ അംഗീകരിച്ച ആദ്യ നൃത്തമാണ് ഏത്? കൂടിയാട്ടം. കൂടിയാട്ടം. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരാണ്? ശ്രദ്ധിക്കുക, ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. ആരൊക്കെയാണ്? ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്ക. മദർ ഇന്ത്യ എന്ന ചിത്രം വരച്ചത് MF ഹുസൈൻ. മദർ ഇന്ത്യ MF ഹുസൈൻ. പ്രധാന കുച്ചിപ്പുടി നർത്തകർ യാമിനി കൃഷ്ണമൂർത്തി, സ്വപ്ന സുന്ദരി, ശോഭ നായിഡു. ഗ്രാമത്തിന്റെ പേരിൽ നിന്നാണ് കുച്ചിപ്പുടി എന്നുള്ള ഇത് വന്നത്. ഗ്രാമത്തിന്റെ പേരാണ്, ആന്ധ്രാപ്രദേശിലെ ഗ്രാമത്തിന്റെ പേരാണ് കുച്ചിപ്പുടി. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ദക്ഷിണേഷ്യൻ ഗെയിംസുകളുടെ മുദ്രാവാക്യം എന്ത്? എന്താണ് ദക്ഷിണേഷ്യൻ ഗെയിംസുകളുടെ? സമാധാനം, സമൃദ്ധി, പുരോഗതി. ഓക്കെ, നോക്കുക. സൗത്ത് ഏഷ്യൻ ഗെയിംസ് 1984 ആരംഭിച്ചു. ആദ്യമായിട്ട് ഹോസ്റ്റ് ചെയ്തത് കാഠ്മണ്ഡു. സൗത്ത് ഏഷ്യൻ ഗെയിംസ്. നേപ്പാളിന്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു. 2019 വേദി കാഠ്മണ്ഡു. 2019 സൗത്ത് ഏഷ്യൻ ഗെയിംസ് വേദി കാഠ്മണ്ഡു ആണ്. 2024 ലാഹോറാണ്, പാകിസ്ഥാനിലെ ലാഹോറാണ് സൗത്ത് ഏഷ്യൻ ഗെയിംസ്. ഒളിമ്പിക്സ് ആദ്യം നടന്നത് 1986 ഏതൻസിലാണ്. ഏതൻസ്. ഓക്കെ, ഗ്രീസിന്റെ കണ്ണ് എന്നാണ് ഏതൻസ് അറിയപ്പെടുക. ഗ്രീസിന്റെ ക്യാപിറ്റലാണ്. 2016 റിയോ ഡി ജനീറ. 2021 20ലാണ് ഡേറ്റ്, പക്ഷെ 21 നടക്കേണ്ടി വന്നു, കൊറോണ. ടോക്കിയോ. 2024 പാരീസ്. 2028 ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബൺ. ഒന്നുകൂടെ പറയാ, 2016 റിയോ, 2021 ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്. ഓക്കെ, ക്ലിയർ അല്ലേ? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് 1930ലാണ്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത എപ്പോഴാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ്? 34 രണ്ടാമത്തെ ഗെയിംസിലാണ്, രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്. 34 നടന്നതിലാണ് ഇന്ത്യ പങ്കെടുത്ത്. 30ലാണ് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത്. ഫ്രണ്ട്ലി ഗെയിംസ് എന്നും കോമൺവെൽത്ത് ഗെയിംസിനെ വിളിക്കുന്ന പേരാണ്. പക്ഷെ ആദ്യത്തെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പേരുണ്ടായിരുന്നില്ല, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ഫ്രണ്ട്ലി ഗെയിംസും എന്ന് അറിയപ്പെടും. 2018 വേദി ഗോൾഡ് കോസ്റ്റ്, ഓസ്ട്രേലിയ. 21ാമത്തെ കോമൺവെൽത്ത് ആയിരുന്നു ഗോൾഡ് കോസ്റ്റിൽ. എൻ്റെ മോട്ടോ അതായിരുന്നു, ഷെയർ ദ ഡ്രീം. എനിക്ക് 2018 വേദി ഗോൾഡ് കോസ്റ്റ്. 2022 ബർമിംഗ്ഹാം, 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് വേദി ബർമിംഗ്ഹാം. അതിൻ്റെ മോട്ടോ അതായിരുന്നു, സ്പോർട്ട് ഈസ് ദ ജസ്റ്റ് ബിഗനിങ്. സ്പോർട്ട് ഈസ് ജസ്റ്റ് ദ ബിഗനിങ്. 2026 വിക്ടോറിയ. 2018 ഗോൾഡ് കോസ്റ്റ്, ഓസ്ട്രേലിയ. 2022 ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2026 വിക്ടോറിയ, വീണ്ടും ഓസ്ട്രേലിയ. അടുത്ത വിന്റർ ഒളിമ്പിക്സ്. 2018 പ്യോങ്ചാങ്, 2022 ബെയ്ജിങ്, 2026 സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മിലാൻ, കോട്ടിനാഡി, ആംബേസോ. 2018 പ്യോങ്ചാങ്, 2022 ബെയ്ജിങ്, 2026 മിലാൻ, കോട്ടിനാഡി, ആംബേസോ. ആദ്യത്തെ നടന്നത് 1924 ഫ്രാൻസിലാണ്. ആദ്യത്തെ വിന്റർ ഗെയിംസ് നടന്നത് 1924 ഫ്രാൻസിലാണ്. അടുത്ത പാരാലിമ്പിക്സ്. ഇത് ചോദിച്ചാണ്. ഭിന്നശേഷിക്കാർക്ക് നടത്തുന്ന ഇവൻ്റാണ് ഏത്? പാരാലിമ്പിക്സ്. ആദ്യം നടന്നത് 1960 റോമിലാണ്. 1960 റോമിലാണ്. എവിടെയാണോ ഒളിമ്പിക്സ് നടക്കുന്നത് അവിടെ തന്നെയാണ് പാരാലിമ്പിക്സ് നടക്കുക. സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന അവിടെ തന്നെയാണ് സമ്മർ പാരാലിമ്പിക്സ് നടക്കുക. അപ്പോൾ വേദി അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. നേരത്തെ ഒളിമ്പിക്സിൻ്റെ വേദി പഠിച്ച പോലെ 2020 ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബൺ. ഓക്കെ, അടുത്ത ഏഷ്യൻ ഗെയിംസ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഏഷ്യാഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഏഷ്യൻ ഗെയിംസിൻ്റെ മോട്ടോ എവർ ഓൺവാർഡ്സ് എന്നുള്ളതാണ്. എവർ ഓൺവാർഡ്സ്, എപ്പോഴും മുന്നോട്ട്, എപ്പോഴും മുന്നോട്ട്. ആദ്യം നടന്നത് 1951 ന്യൂഡൽഹിയിലാണ്. 1951 ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഓക്കെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഗുരുദത്ത് സോദിയാണ്. അതുകൊണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുരുദത്ത് സോദിയാണ്. ഗുരുദത്ത് സോദിയാണ്. 2018 ഇന്തോനേഷ്യ. 2018 ഇന്തോനേഷ്യ ഏഷ്യൻ ഗെയിംസ്. 2022 ഹാങ്ഷു. 2026 നഗോയ, ജപ്പാൻ. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കുക. 2018 ഇന്തോനേഷ്യ, 2022 ഹാങ്ഷു,
2026 നഗോയ ജപ്പാൻ. അടുത്ത നോക്കാം. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് 1995. നെഹ്റു ട്രോഫി പുന്നമടക്കായൽ. കേരള മോപ്പസാങ് ആരാണ്? അതിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ, MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? നമ്മൾ മുൻപെടുത്ത വീഡിയോയിൽ പ്രത്യേകം പരാമർശിച്ചിരുന്നു. 1995 MTക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അല്ലേ. 2019 നമുക്കറിയാം ആകെ 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 1984 തകഴി ശിവശങ്കര പിള്ള, 2007 ONV കുറുപ്പ്, 1995 മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർക്ക്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ഓപ്ഷൻ എ പുന്നമടക്കായൽ അല്ലേ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന മുൻകാലങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നറിയപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? പുന്നമടക്കായൽ. കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരള മൊപ്പസന്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം, കുട്ടനാടിന്റെ കഥാകാരൻ ആരാണ്? തകഴി ശിവശങ്കര പിള്ള. കേരള മൊപ്പസന്റ്, ഇത് നമ്മൾ ആ ദിവസം തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കേരള മൊപ്പസന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള. അടുത്തത് ഓട്ടൻ തുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻ തുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്, കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ ഇത് അപരനാമങ്ങൾ തൂലികാനാമങ്ങൾ എന്ന് പറയുന്നതാണ്. തൂലികാനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഴുത്തുകാരൻ എഴുതാൻ ഉപയോഗിക്കുന്ന, സ്വയം ഉപയോഗിക്കുന്ന നാമമാണ് കേരള വ്യാസൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അതുപോലെ തന്നെ അരുണൻ എന്ന തൂലികാനാമം ആരായിരുന്നു? SK പൊറ്റക്കാട്. അപ്പൊ അത്തരത്തില് സ്വയം ആളുകള് എഴുതാൻ വേണ്ടി സ്വയം തിരഞ്ഞെടുക്കുന്ന പേരാണ് തൂലികാനാമം. അവരുടെ കൃതികൾ കൊണ്ടോ അവരുടെ പ്രത്യേകത കൊണ്ടോ അവരുടെ ആശയഗതി കൊണ്ടോ സാഹിത്യ ലോകത്തിൽ മറ്റുള്ളവരാൽ വിളിക്കപ്പെടുന്നതാണ് അപരനാമം, അവരറിയപ്പെടുന്നതാണ് അപരനാമങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ 5 ചോദ്യങ്ങളുടെയും ഒരു 360 ഡിഗ്രിയിലുള്ള അവലോകനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നോക്കുക, കേരള വാൽമീകി, കേരള ടാഗോർ, അതുപോലെ തന്നെ ശബ്ദസുന്ദരൻ, കേരള ടെന്നിസൺ, സംസ്ഥാന കവി, ഇത്ര വിശേഷണങ്ങളാണല്ലേ. കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, ശബ്ദസുന്ദരൻ, സംസ്ഥാന കവി എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ. മഹാകവിയാണ്. കൂടാതെ എന്താണ്? കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൂലിക പടവാളാക്കിയ ഒരു കവി കൂടെയാണ് വള്ളത്തോൾ അല്ലെ. സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ നേരിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം 1924. ആ കാലഘട്ടത്തില് ഗാന്ധിജിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ് എൻ്റെ ഗുരുനാഥൻ അല്ലേ. അപ്പൊ എൻ്റെ ഗുരുനാഥൻ ആരെ കുറിച്ച് എഴുതിയതാണ്? മഹാത്മാജി ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയതാണ്. അതുപോലെ തന്നെ പ്രമുഖ വിക്ടോറിയൻ കവിയായ ആൽഫ്രഡ് ലോർഡ് ടെന്നിസിന്റെ രചനകളിൽ ഒരുപാട് പ്രശസ്തി നേടിയതുണ്ട് അല്ലേ. ഏതാണ്? ഇൻ മെമ്മോറിയം, യുലിസിസ് എന്നിവ. ഇതൊക്കെയായിരുന്നു ഇൻ മെമ്മോറിയം, യുലിസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രമുഖ വിക്ടോറിയൻ കവികളായ ആൽഫ്രഡ് ലോർഡ് ടെന്നിസിന്റെ രചനകളിൽ ഏറെ പ്രശസ്തി നേടിയവയാണ്. അതുപോലെ തന്നെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അടുത്താണ് വിഷാദത്തിന്റെ കവി ആരാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്ന ആരാണ്? ഇടപ്പള്ളി കവികളായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. ഓക്കെ, അപ്പൊ മലയാള കവിതയിൽ കാൽപ്പനിക വിപ്ലവം കൊണ്ടുവന്നത് ഇടപ്പള്ളി കവികളായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. തുഷാരഹാരം, ഹൃദയസ്മിതം, നവസൗരഭം, മണിനാഥം. ഏതൊക്കെയാണ്? തുഷാരഹാരം, ഹൃദയസ്മിതം, നവസൗരഭം, മണിനാഥം എന്നിവയാണ് പ്രധാന കൃതികൾ. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ, പണിമുടക്കം എന്ന കവിതയിലെ ഈ വരികൾ അല്ലേ. ആരാണ് അദ്ദേഹത്തെ ശക്തിയുടെ കവി എന്ന് വിളിച്ചത്? NV കൃഷ്ണവാര്യരാണ്. പണിമുടക്കം എന്ന കവിതയിലെ വരികൾ കണ്ടിട്ട് NV കൃഷ്ണവാര്യരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരെ ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. പൂതപ്പാട്ട് അല്ലേ, നങ്ങേലിയെ കുറിച്ചുള്ള പൂതപ്പാട്ട്. അതുപോലെ തന്നെ കാവിലെ പാട്ട് എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് 1969. കാവിലെ പാട്ട്. പുത്തൻ കലവും അരിവാളും,
ബുദ്ധനും നരിയും ഞാനും എന്നീ കവിതകളിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ആര്? ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് ഇടശ്ശേരി. അപരനാമം എന്താണ്? ശക്തിയുടെ കവി. പൂതപ്പാട്ട്, കാവിലപ്പാട്ട്, പുത്തൻകലവും മരിവാളും, ബുദ്ധനും നരിയും ഞാനും, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതകൾ. ഉജ്ജ്വല ശബ്ദാഢ്യൻ, പണ്ഡിതനായ കവി, ഉല്ലേഖ ഗായകൻ, നാളികേരപാകൻ. ആരൊക്കെയാണ് വിശേഷണം നോക്കുക? ഉജ്ജ്വല ശബ്ദാഢ്യൻ, പണ്ഡിതനായ കവി, ഉല്ലേഖ ഗായകൻ, നാളികേരപാകൻ. ആരാ? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അല്ലേ? മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നാണ് കവിത്രയങ്ങളിൽ ഒരാളാണല്ലേ. ഉമാകേരളം, ഇതിന് മഹാകവിത്തിന്റെ പേരാണ് ഉമാകേരളം. ഉള്ളൂരിന്റെ ഉമാകേരളം അല്ലേ? ഉള്ളൂരിന്റെ ഉമാകേരളം മഹാകാവ്യമാണ്. മഹാകാവ്യമാണേത്? ഉമാകേരളം. ഉമാകേരളം എന്താണ്? മഹാകാവ്യമാണ്. കേരള സാഹിത്യ ചരിത്രം, കർണഭൂഷണം, വളരെ പ്രധാനപ്പെട്ടതാണ്. കർണഭൂഷണം, പിങ്കള എന്നീ കൃതികൾ ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. പിങ്കള, കർണഭൂഷണം എന്നീ കൃതികൾ ആരുടേതാണ്? ഉള്ളൂർ. ഉമാകേരളം അദ്ദേഹത്തിന്റെ മഹാകാവ്യം അല്ലെ. എന്താണ് ഈ ഉജ്ജ്വല ശബ്ദാഢ്യം എന്നുള്ള പേരൊന്ന്? ശബ്ദത്തിന് ഭയങ്കര ആഢ്യതയാണ് അത്ര. എന്തുകൊണ്ടാ? കഠിനമായിട്ടുള്ള സംസ്കൃത പദങ്ങൾ ബഹുലമായി, ബഹുലം, വിരളം അല്ലെ, അധികമായിട്ട്, ബഹുലത്തിന്റെ ഓപ്പോസിറ്റാണ് വിരളം, ഒരുപാട് കഠിനമായിട്ടുള്ള സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വന്നു ഉജ്ജ്വല ശബ്ദാഢ്യൻ. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ. ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർക്ക് കേരള ഹെമിംഗ്വേ എന്നുള്ള ഒരു വിശേഷണം ചാർത്തി കൊടുത്ത കൃതിയാണ് ഏത്? മഞ്ഞ്. നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു ബോധധാര നോവലായിരുന്നു മഞ്ഞ്. അങ്ങനെ അദ്ദേഹത്തിന് പേര് കിട്ടി കേരള ഹെമിംഗ്വേ. കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ MT അല്ലേ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഒരു നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകനാണ്, സാഹിത്യകാരനാണ്, നാടകകൃത്താണ് അല്ലേ. ഇതൊക്കെ വിശേഷണങ്ങളാണ് ഒരു മനുഷ്യന്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത്. ഇതിന് പത്മഭൂഷൺ അവാർഡ്, ജ്ഞാനപീഠം തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കൃതികൾ ആരുടേതായിട്ടുണ്ട്? നമ്മുടെ MT വാസുദേവൻ നായരുടെ ഒരുപാട് കൃതികളുണ്ട്. അതിൽ ഒരുപാട് തിരക്കഥകളുണ്ട്, ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകം ഏതായിരുന്നു അദ്ദേഹത്തിന്റെ നാടകം? എല്ലാവർക്കും അറിയാം, ഗോപുര നടയിൽ അല്ലേ. സംസ്ഥാന സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാ ഗോപുര നടയിൽ. 3 ഒരു നാടകം, ഒരു നോവൽ, ഒരു കഥ. കഥ സ്വർഗം തുറക്കുന്ന സമയം. നാടകം ഏതായിരുന്നു? ഗോപുര നടയിൽ. നോവൽ ഏതാ? നാലുകെട്ട്. 1958 എഴുതി 1959 പുറത്തിറങ്ങിയ നാലുകെട്ട്. അപ്പുണ്ണി, കോന്തുണ്ണി, കുട്ടിയടത്തി എന്നിവ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന കൃതിയാണ് അല്ലേ നാലുകെട്ട്. അപ്പുണ്ണി, കോന്തുണ്ണി, കുട്ടിയടത്തി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന കൃതിയാണ് ഇത് നാലുകെട്ട്. നൊബേൽ സമ്മാനം ചെയ്തവ ഒരു അമേരിക്കൻ കഥാകൃത്താണ് ഏണസ്റ്റ് ഹെമിംഗ്വേ അല്ലേ. അപ്പോൾ ഹെമിംഗ്വേയെ കുറിച്ച് ഒരു പഠനകൃതി കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹെമിംഗ്വേയുടെ വലിയൊരു ആരാധകൻ കൂടെയായിരുന്നു ആര്? MT വാസുദേവൻ നായർ. മയ്യഴിയുടെ കഥാകാരൻ ആരാണ്? M മുകുന്ദൻ. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ള. ഒന്നും മറന്നു പോകരുത്, ഒന്നും മാറിപ്പോകരുത്. ഓക്കെ, മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. മയ്യഴി M മുകുന്ദൻ മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് അല്ലെ. ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ്. മുകുന്ദന്റെ സൃഷ്ടികളിലുടനീളം എന്താണ്? ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടുപ്പുകൾ. അപ്പൊ മയ്യഴിയുടെ കഥാകാരനാണ് M മുകുന്ദൻ. അദ്ദേഹത്തിന്റെ കൃതിയിലുടനീളം എന്തുണ്ട്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളുടെ കഥകളുമുണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് അധിനിവേശ സ്മരണകളുമുണ്ട്. അപ്പൊ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഒരു കൃതി തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974 ദൈവത്തിന്റെ വികൃതികൾ. വളരെ പ്രധാനപ്പെട്ട 2 കൃതികളാണ്. ഒന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദന്റെ കൃതിയാണ്. ദൈവത്തിന്റെ വികൃതികൾ, ആവിലായിലെ സൂര്യോദയം, ഡൽഹി, ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു. വളരെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണ്? ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു, ഡൽഹി 1981 ഇറങ്ങിയത്, ആവിലായിലെ സൂര്യോദയം, ദൈവത്തിന്റെ വികൃതികൾ 1989, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974. അങ്ങനെ ഒരുപാട് നോവലുകൾ ആ വർഷങ്ങളിലായിട്ട് ഇറങ്ങപ്പെട്ടിട്ടുണ്ടായിരുന്നു. 74
മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, 89 ദൈവത്തിന്റെ വികൃതികൾ, 81 ഡൽഹി, അതുപോലെ തന്നെ ആവിലായിലെ സൂര്യോദയം തുടങ്ങി ഒട്ടേറെ നോവലുകളുണ്ട്. ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി ഏതൊക്കെയാണ്? ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. ജനകീയ കവി ഇല്ലേ, ഓട്ടൻതുള്ളൽ ഇല്ലേ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ കവി ആരാണ്? ഓട്ടൻതുള്ളൽ. കവിത ചാട്ടവാറാക്കിയ കവി, ജനകീയ കവി ആരാ? കുഞ്ചൻ നമ്പ്യാർ അല്ലേ, ഒരു ഹാസ്യ കവി കൂടെയാണ്. മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണല്ലേ ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ എന്ന നൃത്തകലാരൂപം വളരെ പ്രധാനമാണ്. നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ്. ജനകീയ കവി, കവിത ചാട്ടവാറാക്കിയ കവി അല്ലേ. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ എന്താണ്? ഹാസ്യരൂപം തന്നെയാണ്, അതുപോലെ തന്നെ അതിന് അത്രയും ശക്തവുമാണ്. കവിത ചാട്ടവാറാക്കിയ കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവിയാണ്. ഓക്കെ. കേരളം ഒപ്പസാങ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. കേരളം ഒപ്പസാങ് ആരാണ്? തകഴി ശിവശങ്കര പിള്ള. കുട്ടനാടിന്റെ 1ഉം 2ഉമല്ല 2.5 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന കൃതിയാണ് കയർ. കുട്ടനാടിന്റെ 2.5 നൂറ്റാണ്ടിന്റെ 1, 2 അല്ല 2.5 നൂറ്റാണ്ട് 250 വർഷത്തെ കുട്ടനാടിന്റെ കഥ പറയുന്ന കയർ അല്ലേ. 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ശരിക്കും 1982 വരെയാണ് കൃതികളെ ആസ്പദമാക്കിയിട്ട് ജ്ഞാനപീഠം കൊടുത്തിട്ടുണ്ടായത്. അതിനുശേഷം കൊടുത്തതൊക്കെ എന്താണ്? സമഗ്ര സംഭാവനയ്ക്കാണ്. പലരും പഠിക്കുന്ന സമയത്ത് തകഴിക്ക് കയറിന് കിട്ടിയില്ലേ, പല മെറ്റീരിയൽ അങ്ങനെ കാണാറുണ്ട്. ശരിക്കും തകഴിക്ക് കയർ, അതുപോലെ തന്നെ 2 ഇടങ്ങഴി, ചെമ്മീൻ തുടങ്ങി ഒരുപാട് കൃതികളെ ആസ്പദമാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ പ്രധാനം കയറ് തന്നെയാണ്. കാരണം എന്താണ്? 2.5 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്നതാണ് അല്ലേ. ചെമ്മീൻ എന്നാണ് പുറക്കാട് കടാപ്പുറത്തിന്റെ ചെമ്മൻ കുഞ്ഞിന്റെയും കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും കഥ പറയുന്ന ചെമ്മീൻ അല്ലേ. തകഴിയുടെ ആദ്യമായി തിരക്കഥയാക്കപ്പെട്ട കൃതിയാണ് 2 ഇടങ്ങഴി. ചെറുകഥ, നാടകം, സഞ്ചാര സാഹിത്യം, ആത്മകഥ എന്നീ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച തകഴിയുടെ പ്രശസ്ത കൃതികളാണ് ഇതൊക്കെ. തോട്ടിയുടെ മകൻ, വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യം. ഏതാണ്? തോട്ടിയുടെ മകൻ. അതുപോലെ തന്നെ 2 ഇടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, തങ്കമ കയ്യേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നതാണ് ഇത്. ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, കയർ, വളരെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ. ഒന്നുകൂടെ നോക്കുക. കയർ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ഏണിപ്പടികൾ, ചെമ്മീൻ, 2 ഇടങ്ങഴി, തോട്ടിയുടെ മകൻ. ചെറുകഥാ സാഹിത്യത്തിന്റെ പിതാവായി കരുതപ്പെടുന്ന ഫ്രഞ്ച് സാഹിത്യകാരനാണ് ആര്? ഗെയ്തി മൊപ്പസങ്. ഇപ്പോ അതുപോലെ തന്നെ കഥാസാഹിത്യത്തിന്റെ പിതാവാണ് ആര്? ഗെയ്തി മൊപ്പസങ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയത് എന്ത്? കേരളം ഒപ്പസങ്. കേരളത്തിലെ സാഹിത്യം അല്ലെ, ചെറുകഥയില് അഗ്രഗണ്യനായിരുന്നു ആര്? തകഴി ശിവശങ്കര പിള്ള എന്നോട് ഓർക്കുക. അപ്പൊ ചെറുകഥാ സാഹിത്യത്തിന്റെ പിതാവായി കരുതപ്പെടുന്ന ഫ്രഞ്ച് സാഹിത്യകാരനായ ഗെയ്തി മൊപ്പസങ്ങിനോട് സാദൃശ്യപ്പെടുത്താവുന്ന കേരളത്തിലെ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കര പിള്ള. അടുത്ത വ്യക്തി ആരാണ്? ആശാൻ. ആശയഗംഭീരൻ എന്ന് പറയുക. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കുമാരനാശാൻ നവോത്ഥാന കവിയാണ്. ആശാന്റെ കൃതികളും നമ്മുടെ കേരള സമൂഹ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജൈന മെഡൽ വെച്ച് എഴുതപ്പെട്ട വീണപൂവ്, നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ചണ്ടാലു ഭിക്ഷുകി അല്ലേ, ദുരവസ്ഥ, കരുണ, അതൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. കരുണ, ദുരവസ്ഥ, ചണ്ടാലു ഭിക്ഷുകി, ചിന്താവിഷ്ടയായ സീത, നളിനി, ലീല, വീണപൂവ്. ഗാനഗന്ധർവൻ ആരാണ്? യേശുദാസ് അല്ല. ഗാനഗന്ധർവൻ മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നെല്ലാം അറിയപ്പെട്ട കവി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇടപ്പള്ളി കവികൾ നേരത്തെ പറഞ്ഞില്ലേ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്താണ് അറിയപ്പെടുന്നത്? മലയാളത്തിന്റെ ഓർഫ്യൂസ്. ആരാണ് ഓർഫ്യൂസ്? ഗ്രീക്ക് പുരാണത്തിലെ ഒരു സംഗീതജ്ഞനായിരുന്നു അല്ലെ. സംഗീതജ്ഞനും കവിയും പ്രവാചകനൊക്കെ ആയിരുന്നു ആര്? ഓർഫ്യൂസ്. അങ്ങനെ നമ്മുടെ കേരളത്തിന്, മലയാളത്തിന്റെ ഒരു ഓർഫ്യൂസ് ആരാ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഗ്രീക്ക് പുരാണത്തിലെ സംഗീതജ്ഞനും കവിയും പ്രവാചകനുമായിരുന്ന ഓർഫീസിനോട് താതാത്മ്യപ്പെടുത്താവുന്ന കേരളത്തിലെ ഒരേ ഒരു കവിയുള്ളത് ചങ്ങമ്പുഴയാണ് അല്ലേ. രമണൻ ഉൾപ്പെടെ 11 ഖണ്ഡകാവ്യങ്ങളാണ് എഴുതിയത്. അപ്പൊ മലയാളത്തിന്റെ ഗന്ധർവ ഗായകൻ കൂടെയാണ് ആര്? ചങ്ങമ്പുഴ. ഗന്ധർവ ഗായകനാണ്. ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ എന്താണ്? കവിതകളും എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഋതുക്കളുടെ കവി ആരാണ്? ചെറുശ്ശേരി. ചെറുശ്ശേരി എന്താണ്? പ്രാചീന കവിത്രയത്തിലെ ഒരാളായിരുന്നു അല്ലേ. ഗാഥാപ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണ്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യമൊക്കെ ആദ്യമായി നമുക്ക് കാണാൻ കഴിയുക ഇതിലൂടെയാണ്? ചെറുശ്ശേരിയുടെ കൃതികളിലൂടെയാണ്. അപ്പോൾ കൃഷ്ണഗാഥ എന്ന് പറയുന്ന അത്രയും മനോഹരമായ കൃതിയിലാണ് നമ്മുടെ മലയാള ഭാഷയുടെ ശക്തി എന്താണ് മലയാള ഭാഷയുടെ സൗന്ദര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതിലാ? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അല്ലേ. ചെറുശ്ശേരി
കൃഷ്ണഗാഥ ഓർത്തു വെക്കുക, പ്രാചീന കവിത്രയത്തിലെ ഒരു വ്യക്തിയായിരുന്നു. ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ദാർശനിക കവിയാരാ? ജി ശങ്കരക്കുറുപ്പ. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി, ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. പേര് ജി ശങ്കരക്കുറുപ്പ്. 65 ഓടക്കുഴലിൽ നിന്നുള്ള കൃതിയിലൂടെയാണ് അല്ലേ ആദ്യത്തെ ജ്ഞാനപീഠം കേരളക്കരയെ തേടി വരുന്നത്. 1965 ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠം ജേതാവായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. 61 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 63 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അദ്ദേഹത്തിന്റെ വിശ്വദർശനം എന്ന കൃതിക്ക് ലഭിച്ചു. ഇത് കൃതിയാണ് വിശ്വദർശനം. 63 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 61 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 65 ഓടക്കുഴൽ, 61 കേരളം സാഹിത്യം, 63 കേന്ദ്ര സാഹിത്യം, 65 ഓടക്കുഴലിന് ജ്ഞാനപീഠം. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ. ജി എന്നറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പ്, പി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. മലയാള ഭാഷയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കാൽപ്പനിക കവിയാണല്ലേ. കവിയുടെ കാൽപ്പാടുകൾ ഇതിന്റെ ആത്മകഥയാണല്ലേ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആത്മകഥയാണ് ഇത് കവിയുടെ കാൽപ്പാടുകൾ. വളരെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേര് കവിയുടെ കാൽപ്പാടുകൾ. കളിയച്ഛൻ, താമരത്തോണി, പൂക്കളം, ഓണസദ്യ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓണസദ്യ, പൂക്കളം, താമരത്തോണി, കളിയച്ചൻ തുടങ്ങിയവ ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്? പി കുഞ്ഞിരാമൻ നായർ. സാഹിത്യ പഞ്ചാനനൻ, സ്ഥിരം ചോദ്യം PSCയുടെ. സാഹിത്യ പഞ്ചാനനൻ ആരാണ്? പി കെ നാരായണൻ പിള്ള അല്ലെ. മലയാള സാഹിത്യ വിമർശന പ്രസ്ഥാനത്തിന് തന്നെ പുതിയൊരു വഴി വെട്ടി കൊടുത്ത ഒരു വ്യക്തിയാണ് ആര്? പി കെ നാരായണൻ പിള്ള എന്ന് പറയുന്നത്. ഒരു വിമർശക പ്രതിഭയായിരുന്നു. ഇദ്ദേഹത്തെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഒരു വിമർശന കൃതി എഴുതാൻ വേണ്ടിയിട്ട്. സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള എന്ന് തന്നെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കവിയാണ്, ഗദ്യകാരനാണ്, വാഗ്മിയാണ്, വിമർശകനായിരുന്നു. വയ്യാകരൻ എന്നായിരുന്നു. വയ്യാകരണൻ പറയാം കമന്റ് ബോക്സിലൂടെ. എന്താണ് വയ്യാകരണൻ? നമ്മൾ ഒറ്റപദത്തിൽ പഠിച്ചതാ. ഭാഷാ ഗവേഷകൻ, സമുദായ പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര്? പി കെ നാരായണൻ പിള്ള. സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണൻ പിള്ള. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. കഥകളുടെ സുൽത്താനാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. പത്മശ്രീ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? മലയാള സാഹിത്യത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? അറിയാം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ഉപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന്, മതിലുകൾ, ശബ്ദങ്ങൾ അല്ലേ. ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായ കൃതിയാണ് ശബ്ദങ്ങൾ. പ്രേമലേഖനം സാറാമ്മയുടെയും കേശവൻ നായരുടെയും കഥ പറയുന്ന അല്ലേ. ജാതിമത മതിലുകൾക്ക് അതീതമായിട്ട് പ്രണയം വശ്യമായി ഒഴുകിയ കൃതി പ്രേമലേഖനം. ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു അല്ലേ. വലിയൊരു കുഴിയാന അല്ലേ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. എന്ത് മനോഹരമായിട്ടാണ് ഒരു കഥയുടെ അവസാനത്തില് എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവസാനം കുഴിയാന എന്ന് അവസാനിപ്പിക്കാൻ ആർക്കേ കഴിയൂ? ബേപ്പൂർ സുൽത്താനെ കഴിയൂ അല്ലേ. മതിലുകൾ അല്ലേ. മതിലുകൾ, നാരായണി തകർത്താടിയ മതിലുകൾ, പാത്തുമ്മയുടെ ആട്, കുഞ്ഞിപ്പാത്തുമ്മ അല്ലേ. ബാല്യകാല സഖി, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ഇതൊക്കെ ആരുടെയാ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളാ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകമാണ് ഇത് കഥാബീജം. ഓക്കെ. ക്ഷുഭിത യൗവനത്തിന്റെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അല്ലേ. ക്ഷുഭിത യൗവനം അദ്ദേഹത്തിന് വളരെ മൗലികമായിട്ടുള്ള ഒരു കാവ്യ കാലഘട്ടം സൃഷ്ടിച്ച വ്യക്തിയാണ്. 1990 ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവസാഹിത്യകാരനുള്ള 20,000 രൂപയുടെ സംസ്കൃതി അവാർഡ് നിരസിച്ച വ്യക്തിയാണ് ആര്? ചുള്ളിക്കാട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2001 എന്തില്ല സ്വീകരിച്ചില്ല. അപ്പൊ അവാർഡിന് വേണ്ടി എഴുതപ്പെടാത്ത കവിയാണ് അല്ലേ ആര്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഓക്കെ. വാത്സല്യത്തിന്റെ കവി ആരാണ്? വാത്സല്യത്തിന്റെ കവയത്രി ആരാണ്? മാതൃത്വത്തിന്റെ കവയത്രി എന്നല്ല അറിയപ്പെടുന്ന ബാലാമണി അമ്മ. ഓക്കെ. അപ്പൊ മലയാളത്തിലെ പ്രശസ്തയായുള്ള കവയത്രിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1964. 65 കേന്ദ്രം. ഏത് കൃതി? മുത്തശ്ശി. ഓക്കെ. വാത്സല്യത്തിന്റെ കവയത്രി, മാതൃത്വത്തിന്റെ കവയത്രി എന്നല്ല അറിയപ്പെടുന്ന ബാലാമണി അമ്മയാണ്. ഒരു അമ്മയാണല്ലേ വാത്സല്യം, മാതൃത്വം. ആരാണ്? ബാലാമണി അമ്മയാ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കൃതികളുണ്ടല്ലേ. മുത്തശ്ശി എന്നുള്ള കൃതിക്ക് 64 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 65 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 87 എന്ത് കിട്ടിയിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. സരസകവി ആരാണ്? മൂലൂർ പത്മനാഭ പണിക്കർ. സരസകവി ഏതാണ്? മൂലൂർ പത്മനാഭ പണിക്കർ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് സരസകവി പട്ടം. എന്താ ഈ വലിയ കോയി തമ്പുരാൻ? എന്താ കോയി തമ്പുരാൻ? ഭാര്യയുടെ വരുതിക്ക് നിൽക്കുന്ന ആളെയാണ് കോയി തമ്പുരാൻ എന്ന് പറയുക. അങ്ങനെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ
എന്ത് ചെയ്തിട്ടുണ്ട്? സരസകവി പട്ടം ആർക്ക് കൊടുത്തിട്ടുണ്ട്? മൂലൂരിന് കൊടുത്തിട്ടുണ്ട്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. അങ്ങനെ തന്നെ പഠിക്കുക. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്ന് പറഞ്ഞു പഠിക്കുക. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. 1913 അദ്ദേഹത്തിന് ആ വിശേഷണം കിട്ടുന്നത്. കിരാതം അമ്മാനപ്പാട്ടുകളാ. കിരാതം, കവിരാമായണം, നളചരിതം, കൃഷ്ണാർജുന വിജയം, ആസന്ന മരണ ചിന്താശതകം, കുചേലവൃത്തമാട്ടക്കഥ, കോകില സന്ദേശം. കവിരാമായണം, നളചരിതം, കൃഷ്ണാർജുന വിജയം, ആസന്ന മരണ ചിന്താശതകം, കുചേലവൃത്തമാട്ടക്കഥ, കോകില സന്ദേശം തുടങ്ങിയ കൃതികൾ വളരെ പ്രശസ്തമായ കൃതികളാണ്. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ ആരാണ്? U.A. ഖാദർ അല്ലെ. തൃക്കോട്ടൂരിന്റെ കഥാകാരനാണ് ആര്? U.A. ഖാദർ. ചെറുകഥാകൃത്തും നോവലിസ്റ്റും ചിത്രകാരനുമാണ് ആര്? U.A. ഖാദർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏതാ കൃതി? തൃക്കോട്ടൂർ പെരുമ. അപ്പൊ തൃക്കോട്ടൂരിന്റെ കഥാകാരനായ U.A. ഖാദറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയുടെ പേരും തന്നെയാണ് തൃക്കോട്ടൂർ പെരുമ തന്നെയാണ്. ആരാണ് നോവലിസ്റ്റ്? ആരാണ് ചെറുകഥാകൃത്ത്? U.A. ഖാദർ. എന്താ അറിയപ്പെടുന്നത്? തൃക്കോട്ടൂരിന്റെ കഥാകാരൻ. കൃതി തൃക്കോട്ടൂർ പെരുമ. വിഷാദത്തിന്റെ കഥാകാരി കേരളത്തിന്റെ എമിലി ബ്രോണ്ട്. ആരാ എമിലി ബ്രോണ്ട്? അല്ലേ, എമിലി ബ്രോണ്ട്. ആംഗലേയ സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മികച്ച ക്ലാസിക് കൃതിയായി പരിഗണിക്കപ്പെടുന്നതാണ് ഇത് വെത്തറിംഗ് ഹൈറ്റ്സ് എന്നും പറയണത്. അപ്പോൾ ആ ഒരു ഒറ്റ നോവലിലൂടെ ലോക സാഹിത്യത്തിൽ തന്നെ ഇടം നേടിയ നോവലിസ്റ്റും കവയിത്രിയുമാണ് എമിലി ബ്രോണ്ടി. അപ്പോൾ എമിലി ബ്രോണ്ടി, കേരളത്തിലെ എമിലി ബ്രോണ്ടി. അതുപോലെ തന്നെ വിഷാദത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജലക്ഷ്മി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട് 1960. വളരെ മനോഹരമായി എഴുതപ്പെട്ട കൃതിയാണ് ഏത്? ഒരു വഴിയും കുറേ നിഴലുകളും. ഒരു വഴിയും കുറേ നിഴലുകളും. രാജലക്ഷ്മി 1960 എന്ത് ചെയ്യുന്നുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. ഒരു വഴിയും കുറേ നിഴലുകളും ഏത് വിഭാഗത്തിലാ? നോവലിലാണ്. അപ്പോൾ ആത്മനിഷ്ഠയും അതുപോലെ തന്നെ ഭാവതീവ്രതയൊക്കെ കൊണ്ട് വളരെ മനോഹരമാക്കപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. ഓക്കെ. ജീവിത പ്രശ്നങ്ങൾ മൂലം 34-ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം എന്താ അറിയപ്പെടുന്നത്? കേരളത്തിന്റെ എമിലി ബ്രോണ്ടി. ആരാണ് എമിലി ബ്രോണ്ടി? ആംഗലേയ സാഹിത്യത്തിലെ മികച്ച ക്ലാസിക് കൃതിയായി പരിഗണിക്കപ്പെടുന്ന വെത്തറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിലൂടെ ലോക സാഹിത്യത്തിൽ തന്നെ ഇടം നേടിയ നോവലിസ്റ്റും കവയത്രിയും. തൂലിക പടവാളാക്കിയ കവി, വിപ്ലവ കവി അല്ലേ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരാ പാടിയത്? വയലാർ രാമവർമ്മ. തൂലിക പടവാളാക്കിയ കവിയാണ്. വിപ്ലവ കവി എന്നറിയപ്പെടുന്നു. എന്ത് കവിയാണ്? വിപ്ലവ കവി എന്നറിയപ്പെടുന്നു. പ്രശസ്തനായ കവിയും ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏതിനാണ്? അച്ഛനും ബാപ്പി എന്നുള്ള സിനിമയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം 73. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അല്ലെ. ആ വരികൾക്ക് മികച്ച ഗാനരചയിതാവിനുള്ള 73 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സർഗസംഗീതം, രാവണപുത്രി, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും തുടങ്ങിയ രചനകൾ ഏതൊക്കെയാണ്? സർഗസംഗീതം, രാവണപുത്രി, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും തുടങ്ങിയ രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ഇനി കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി അഥവാ എല്ലുറപ്പുള്ള കവിതകളുടെ കവി. ഇപ്പൊ എല്ലുറപ്പുള്ള കവിതകളുടെ കവി, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറഞ്ഞ ഓരോ പേര് കേട്ടാൽ തന്നെ പെട്ടെന്ന് ഓർമ്മ വരിയതാണ് മകരക്കൊയ്ത്ത്, കഞ്ഞിക്കൊയ്ത്ത്, മാമ്പഴം അല്ലേ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ. ഒരുപാട് കാലം കേരളക്കരയാകെ പാടി പാടി നടന്ന പാട്ട് മാമ്പഴം അല്ലേ. സഹ്യന്റെ മകൻ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, വിത്തും കൈക്കോട്ടും, ഇതെല്ലാം ആരുടെ കൃതിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി. കേരള സ്കോട്ട് CV രാമൻപിള്ള എല്ലാവർക്കും അറിയാലേ. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ എന്നീ ചരിത്ര ഗായികകളുടെ രചയിതാവാണ് ആര്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ള. വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരി ടീച്ചർ അല്ലേ, പ്രശസ്ത കവയിത്രിയാണ്, സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയാണ്. അതുപോലെ തന്നെ എന്താണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, സരസ്വതി സമ്മാൻ തുടങ്ങി അനേകം പുരസ്കാരങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? സുഗതകുമാരി ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്പലമണി, രാത്രിമഴ, പാതിരാപ്പൂക്കൾ, കുറിഞ്ഞിപ്പൂക്കൾ, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. കേരള സൂർദാസ്
ആരാണ് കേരള സൂര്യദാസ്? പൂന്താനം നമ്പൂതിരി അല്ലേ? കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തി കവി പ്രമുഖരിൽ ഒരാളായിരുന്നു പൂന്താനം അല്ലേ? പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന ഗോപാലം അല്ലേ? സന്താന ഗോപാലം, പാന എന്നിവയാണ് പ്രധാന കൃതികൾ. 16-ാം നൂറ്റാണ്ടിലെ അന്ധനായ ഹിന്ദു ഭക്ത കവിയും ഗായകനുമായിരുന്നു ആര്? സൂർദാസ് അല്ലെ? ഇപ്പൊ കൃഷ്ണനെ സ്തുതിച്ച് എഴുതിയ ഗീതങ്ങൾക്ക് പേര് കേട്ട ആളാണ് അദ്ദേഹം. അങ്ങനെ സൂർദാസിനെ അതേപോലെ കേരളത്തിലെ ഒരു വ്യക്തി കൂടെ ഉണ്ട്. ആരാണ്? കേരള സൂർദാസ്, പൂന്താനം നമ്പൂതിരി. അദ്ദേഹം കൃഷ്ണഭക്തനായിരുന്നല്ലോ അല്ലെ? ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന SK പൊറ്റക്കാട് അല്ലേ? അവരുടെ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട SK ഒരു ദേശത്തിന്റെ കഥ എന്നുള്ള നോവലിലൂടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നുണ്ട് അല്ലെ? ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട് 62-ല്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏതിനാണ്? ഒരു ദേശത്തിന്റെ കഥയ്ക്ക് തന്നെ കിട്ടുന്നത് 73-ല്. അപ്പൊ നാലേക്ക 62-ല് ഒരു തെരുവിന്റെ കഥ. 73-ലെ ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി, ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി, ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി, അതേ കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ? ആരായിരുന്നു? ജോൺ ഗന്ധർ അല്ലെ? ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു ജോൺ ഗന്ധർ എന്ന് പറയുന്ന വ്യക്തി. ഇൻസൈഡ് USA എന്ന് പറയുന്ന ഒരു പരമ്പരയിലൂടെ ലോക പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. 48 US സംസ്ഥാനങ്ങളുടെ 13 മാസത്തെ യാത്രയാണ് അതിന്റെ ഇതിവൃത്തി. അപ്പോൾ ഒരു യാത്രികൻ കൂടെയായിരുന്നു ആര്? ജോൺ ഗന്ധർ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യാത്രികനായ എഴുത്തുകാരൻ ആരാ? SK ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നു. കേരള എലിയറ്റ് ആരാണ്? NN കക്കാട്. സഫലമീ യാത്ര അല്ലേ? സഫലമീ യാത്ര എന്നുള്ള കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിയിട്ടുണ്ട്. പിന്നെന്താണ് അദ്ദേഹത്തിന് മുഴുവൻ പേരെന്താണ്? NN കക്കാട്, നാരായണൻ നമ്പൂതിരി കക്കാട് അല്ലെ? 84-ല് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ചെയ്തതായിട്ടുള്ള TS എലിയറ്റ് കവിയും നാടകകൃത്തും സാമൂഹ്യ വിമർശകനുമായിരുന്നു. അപ്പൊ ആരാണ് TS എലിയറ്റ്? കവിയായിരുന്നു, നാടകകൃത്തായിരുന്നു, സാഹിത്യ വിമർശകനായിരുന്നു അല്ലെ? അപ്പോൾ 48-ൽ അദ്ദേഹത്തിന് എന്തുണ്ട്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടുന്നുണ്ട്. ആർക്ക്? TS എലിയറ്റിന്. NN കക്കാട് ആരാ? കേരള എലിയറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാ. അദ്ദേഹത്തിന് എന്താ കിട്ടിയിരിക്കുന്നത്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അതുപോലെ തന്നെ വയലാർ അവാർഡുമാണ്. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന ആരാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അല്ലേ? മലയാളത്തിലെ ആദ്യ ചെറുകഥയായിട്ടുള്ള വാസന വികൃതിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേസരി, വജ്രസൂചി, വജ്രബാഹു, കേസരി, വജ്രസൂചി, വജ്രബാഹു, വജ്രസൂചി, കേസരി തുടങ്ങിയ തൂലിക നാമങ്ങളിൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. പ്രശസ്ത ജനപ്രിയ സാഹിത്യകാരനാണ് ആര്? മാർക്ക് ട്വെയിൻ അല്ലേ? പ്രശസ്ത ജനപ്രിയ സാഹിത്യകാരനാണ് മാർക്ക് ട്വെയിൻ. അപ്പൊ അദ്ദേഹത്തിന്റെ തൂലിക നാമത്തില് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ, ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സയർ എന്നീ കൃതികൾ രചിച്ച സാമുവൽ ലാങ്ഹൺ ക്ലെമൻസ്. അപ്പോൾ ശരിക്കും ഈ മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന തൂലിക നാമത്തില് കൃതികൾ രചിച്ച വ്യക്തിയാണ് ആര്? സാമുവൽ ലാങ്ഹൺ ക്ലെമൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ വളരെ പ്രശസ്തമായ കൃതികളാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ, ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സയർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തില് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നത് കേരള മാർക്ക് ട്വെയിൻ, ഒരു ഫ്രഞ്ച് സാഹിത്യകാരനാണെന്ന് കൂടെ ആലോചിച്ച് വയ്ക്കുക. ആര്? കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർക്ക് ആ പേര് വാങ്ങിക്കൊടുത്ത ക്ലെമൻസ്. കേരള പുഷ്കിൻ, ONV കുറുപ്പ് അല്ലെ? ജ്ഞാനപീഠ പുരസ്കാരം നേടി. ഒരുപാട് പുരസ്കാരങ്ങൾ, ജ്ഞാനപീഠ പുരസ്കാരം മാത്രമല്ല ഒരുപാട് പുരസ്കാരങ്ങൾ ONV തേടി വന്നിട്ടുണ്ട്. 2015-ൽ പുഷ്കിൻ പുരസ്കാരം നേടി. അങ്ങനെ പേര് കിട്ടി കേരള പുഷ്കിൻ. റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിന്റെ ഒട്ടേറെ കവിതകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ONV. അപ്പൊ റഷ്യൻ കവി അലക്സാണ്ടർ പുഷ്കിന്റെ ഒട്ടേറെ കവിതകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ONV കേരള പുഷ്കിൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ജ്ഞാനപീഠം കിട്ടിയ മലയാളികളെ കുറിച്ചായിരുന്നു അല്ലേ? അതെങ്ങനെ തന്നെ പഠിച്ചിരിക്കുക, ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കുക. 1944-ല് നമ്മുടെ ജ്ഞാനപീഠത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കണം. ആ പുരസ്കാരം ട്രസ്റ്റ് ഒക്കെ വരികയാണ്. ഇനി 61-ല് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കൊടുത്തത് എപ്പോഴാ? 65-ല്. ആദ്യമായിട്ട് കിട്ടിയ വ്യക്തിയാണ് ആര്? G ശങ്കരക്കുറുപ്പ്. 1965-ല്. അപ്പൊ മലയാള സാഹിത്യത്തിലെ മിസ്റ്റിക് കവി ആരറിയപ്പെടുന്നത്? G ശങ്കരക്കുറുപ്പ് അറിയപ്പെടുന്നത്. അപ്പൊ കാലവും പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ആരുടെ കവിതയിൽ ഇതിവൃത്താണ്? ജിയുടെ കവിതയിൽ ഇതിവൃത്താണ്. അപ്പൊ 1901-ല് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ജനിക്കുന്നത്. ശങ്കരാചാര്യരുടെ നാട്ടിലാണ് ആര് ജനിക്കുന്നത്? G ശങ്കരക്കുറുപ്പ് ജനിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന് പൂജാപുഷ്പം, സൂര്യകാന്തി, ഇതളുകൾ, നവാതിഥി, സന്ധ്യാരാഗം, വിശ്വദർശനം, നിമിഷം, പതികന്റെ പാട്ട്, ഇതൊക്കെ ജിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ജിയുടെ ആത്മകഥയാണ് ഏത്? ഓർമ്മയുടെ ഓളങ്ങളിൽ. 78-ലാണ് അദ്ദേഹം അന്തരിക്കുന്നത്.
78 ജി അന്തരിക്കുന്നത്. ഓക്കെ, വള്ളത്തോളിനും ഉള്ളൂരിനും ഒക്കെ വായിച്ചിരുന്ന ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൃതികളോട് ഇമ്പം കൂടി വരും. അങ്ങനെ 65 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്നുള്ള കാവ്യ സമാഹാരത്തിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം എന്ത് ചെയ്യണം, മലയാള മണ്ണിന് സ്വന്തമാവുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കവിത വായിച്ച നല്ല കവിയാകും എന്ന് പറയുന്നത് അക്ഷരം പ്രതി നടപ്പിലാക്കി കൊടുത്ത വ്യക്തിയാണ് ആര്, ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അടുത്താണ് എസ് കെ പൊറ്റക്കാട്. 1980 എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തെ വളർത്തിയെടുത്ത സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. സാധാരണക്കാര് ഭൂപടത്തിൽ മാത്രമേ ലോകം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ തേടി കപ്പലിൽ ലോക സഞ്ചാരത്തിനോട് ഒരു മലയാളി ഇറങ്ങിത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്, എസ് കെ പൊറ്റക്കാട്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ അതിമനോഹരമായിട്ട് അക്ഷരങ്ങളിലേക്ക് കൂടെ നമുക്ക് പകർന്നു തന്നു അല്ലേ. അപ്പൊ നമുക്കും എന്താണ്, വായനക്കാർക്കും ആ സ്ഥാനങ്ങളൊക്കെ കണ്ട ഒരു അനുഭൂതി അല്ലേ. 1913 കോഴിക്കോടാണ് പൊറ്റക്കാട് ജനിക്കുന്നത്. അപ്പൊ കോഴിക്കോടാണ് പൊറ്റക്കാട് ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ദേശത്തിന്റെ കഥ എന്നുള്ള നോവലിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യം ചെലവഴിച്ച അതിരാണിപ്പാടത്തിന്റെ കഥയാണ്. അപ്പോൾ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു ദേശത്തിന്റെ കഥ എന്നുള്ള കൃതിയിലെ പ്രമേയം, ഇതിവൃത്തം എന്താണ്, അതിരാണിപ്പാടം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഓക്കെ, അതിൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം ഉണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നിന്നുണ്ട്. അതിലെ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം ഉണ്ട്. ആ കഥാപാത്രത്തോടൊപ്പം തന്നെയാണ് ആ കഥ വളരുന്നതും. ഓക്കെ, അപ്പോൾ അയാൾ പരിചയപ്പെടുന്ന വിവിധ രാജ്യങ്ങളും ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോവലുകളിൽ, അദ്ദേഹത്തിന്റെ നോവലിൽ വളരെ ഹൃദ്യമായിട്ട് വിവരിക്കുന്നുണ്ട്. നെയിൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരസൂര്യന്റെ നാട്ടിൽ, വാലി ദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, സഞ്ചാര സാഹിത്യം, സിംഹഭൂമി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ. ഇതുകൂടാതെ ഒട്ടേറെ നോവൽ, നാടകം, ചെറുകഥ, കവിത തുടങ്ങിയവയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1982 അന്തരിച്ചു. ഓക്കെ, അടുത്താണ് MT വാസുദേവൻ നായർ അല്ലെ. അതിനിടയ്ക്ക് നമ്മൾ ആരെ വിട്ടുപോയിട്ടുണ്ട്, തകഴി ശിവശങ്കര പിള്ള അല്ലെ. 1984 കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന വിശേഷണം. കുട്ടനാടിന്റെ ഇതിഹാസകാരനാണ് ആര്, തകഴി ശിവശങ്കര പിള്ള. 1912 ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ജനിക്കുന്നത്. അങ്ങനെ 13ാമത്തെ വയസ്സിൽ ആദ്യത്തെ കഥ എഴുതുകയാണ് അല്ലേ. അങ്ങനെ 13ാമത്തെ വയസ്സിൽ ആദ്യത്തെ കഥ എഴുതിയ തകഴി ഏകദേശം 600ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. തകഴിയിലെയും കുട്ടനാട്ടിലെയും സാധാരണക്കാരുടെ ഭാഷയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിൽ മിക്കവാറും ഉണ്ടായിരുന്നത്. അപ്പൊ വെള്ളപ്പൊക്കത്തിൽ നല്ല കൃതി ചോദിക്കാറുണ്ട്. വെള്ളപ്പൊക്കത്തിൽ എന്താണ്, ഒരു നായയും മാത്രം കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എഴുതിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിൽ ഒന്നാണ് വെള്ളപ്പൊക്കത്തിൽ. 99 വെള്ളപ്പൊക്കത്തിനെ ആസ്ഥാനമാക്കിയിട്ട് എഴുതിയ ഒരു കൃതി കൂടെയാണ് ഏത്, വെള്ളപ്പൊക്കത്തിൽ. ഒരു നായയാണ് അതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. 84 കയർ എഴുതുകയാണ്. 84 കയർ 2.5 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന, 2.5 നൂറ്റാണ്ടിന്റെ കുട്ടനാടിന്റെ കഥ പറയുന്ന കയർ എഴുതപ്പെട്ടത് 84 84 കയറിന് എന്ത് ചെയ്യുന്നത്, ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 250 വർഷം, 2.5 നൂറ്റാണ്ടിന്റെ കഥയാണ് പറയുന്നത്. ചെമ്മീൻ, തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, കയർ തുടങ്ങി 39 നോവലോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 99 തകഴി ശിവശങ്കരപിള്ള അന്തരിക്കുന്നത്. അടുത്ത വ്യക്തിയാണ് MT വാസുദേവൻ നായർ അല്ലെ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ് അല്ലെ. ഇപ്പൊ തൊട്ടതെല്ലാം പൊന്നാക്കി അതുല്യ പ്രതിഭയാണ് ആര്, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് ആര്, MT എന്ന് പറയും. നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ കൃതി വായിച്ചാൽ മതി, MTയുടെ കൃതി വായിച്ചാൽ മതി. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് അല്ലേ, മരുമക്കത്തായത്തെക്കുറിച്ചും നായർ തറവാടിലെ അവസ്ഥയെക്കുറിച്ചും ജന്മവ്യവസ്ഥയെക്കുറിച്ചും എല്ലാം കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥ എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന കൃതികളായിരുന്നു അതെല്ലാം. രണ്ടാം ഊഴത്തിലെ ഭീമൻ, മഞ്ഞിലെ വിമല, കാലത്തിലെ സെയ്ത്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അനശ്വര കഥാപാത്രങ്ങളായിരുന്നു MTയുടെ അല്ലേ. 1933 പാലക്കാടിലെ കൂടല്ലൂരിലാണ് ജനിക്കുന്നത്. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ, MT വാസുദേവൻ നായർ അല്ലേ. ചെറുപ്പത്തിൽ നന്നായിട്ട് വായിക്കായിരുന്നു അദ്ദേഹം. അങ്ങനെ വായിച്ച് എന്ത് ചെയ്യണം, അലക്സാണ്ടർ, ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ് ആര്, അലക്സാണ്ടർ ദുമാസ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, അതുപോലെ തന്നെ 3 മസ്കിറ്റിയേഴ്സ് എന്ന് പറയുന്ന ആ കൃതികളൊക്കെ വായിച്ചിട്ട് ഫിക്ഷണൽ ലോകത്തേക്ക് കിടക്കുകയാണ്. പിന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എന്ത് ചെയ്യണം, കൂടുതലായിട്ടും നമ്മുടെ ലോകസാഹിത്യം തന്നെ വായിക്കപ്പെടുകയാണ്. അദ്ദേഹത്താൽ ലോകസാഹിത്യം എന്ത് ചെയ്യണം, വായിക്കപ്പെടുകയാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്ത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എഴുതിയ കുറച്ച് കൃതികളാണ് മഞ്ഞ് അല്ലേ, മഞ്ഞ്, സുമിത്ര, സേതു കഥ പറയുന്ന കാലം, നാലുകെട്ട്, അപ്പുണ്ണി കൊന്നുണ്ണി കഥ പറയുന്ന നാലുകെട്ട്, അസുരവിത്ത്, ഗോവിന്ദൻകുട്ടി, മഞ്ഞിലാരായിരുന്നു സർദാർജി, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്, ആരുടെ വാക്കുകളാണ്,
മഞ്ഞിലെ സർദാർജി. വിമലാദേവി ടീച്ചർ ഏതിലെ കൃതിയാണ്, ഏതിലെ കഥാപാത്രമാണ്? മഞ്ഞിലെ കഥാപാത്രമാണ്. ഓക്കെ. വാരാണസി. വാരാണസി മോക്ഷം നേടി പോകുന്ന സുധാകരന്റെ കഥ പറയുന്നു അല്ലേ. ഇരുട്ടിന്റെ ആത്മാവ്, അറബിപ്പൊന്ന്, NB മുഹമ്മദും അതുപോലെ തന്നെ MT ചേർന്നെഴുതിയ കൃതിയാണ് ഏത്? അറബിപ്പൊന്ന്. രണ്ടാം ഊഴം ആരാണ്? നമ്മുടെ ഭീമൻ. രണ്ടാം ഊഴക്കാരനായ ഭീമൻ. ഓളവും തീരവും, കുട്ടിയടത്ത് എന്നിവയാണ് MT പ്രധാനപ്പെട്ട കൃതികൾ. ഒട്ടേറെ ചെറുകഥകളും തിരക്കഥകളൊക്കെ ആരെഴുതിയിട്ടുണ്ട്? MT എഴുതിയിട്ടുണ്ട്. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അടുത്താണ് ONV കുറുപ്പ്. ONV കുറുപ്പ് 2007 ജ്ഞാനപീഠ പുരസ്കാരം വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഒരു ദിവസം ഭൂമി എന്ന വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എൻ്റെ കവിത അല്ലേ. അപ്പൊ ഞാനിവിടെ വാങ്ങിക്കൊണ്ട് നമ്മുടെ ONV പറഞ്ഞ വാക്കുകളാ. ഒരു ദിവസം ഭൂമി എന്ന വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ചൈതന്യവത്തായ ഒരു അംശം എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ പോയിട്ടുണ്ടാവും. അതിന്റെ പേരാണ് എന്താ? കവിത എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ കാവ്യസൂര്യനാണ്, മലയാളത്തിന്റെ കാവ്യസൂര്യനാണ് ONV കുറുപ്പ്. പ്രകൃതിയോടും മനുഷ്യനോടും ഒരുപോലെ സ്നേഹമായിരുന്നു നമ്മുടെ ONVക്ക് അല്ലേ. ഇതിനേറെ പ്രശസ്തമായിട്ടുള്ള കുറെ കൃതികളുണ്ടല്ലോ. ഭൂമിക്കൊരു ചരമഗീതം, ഭൂമിയോട് ഇണങ്ങി ജീവിച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒരു കവിത കൂടെ ആയിരുന്നു, ഒരു മുന്നറിയിപ്പായിരുന്നു ഭൂമിക്കൊരു ചരമഗീതം അല്ലേ. ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, അതുപോലെ തന്നെ കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പ്, അപരാഗ്നം, ഭൂമിക്കൊരു ചരമഗീതം എന്നിങ്ങനെ 40-ലേറെ കവിത സമാഹാരങ്ങൾ ആരെഴുതിയിരിക്കുന്നത്? ONV കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഒട്ടേറെ സിനിമാ ഗാനങ്ങളുണ്ട് അല്ലേ. ഒരു വട്ടം കൂടിയൻ, ഓർമ്മകൾ മേയുന്ന, തിരുമുറ്റത്തെത്തുവാൻ മോഹം. മോഹം എന്നുള്ള കൃതിയിലുള്ളതാ. 1931 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. 2016 അന്തരിക്കുക. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന് പാടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2019. ലാളിത്യമാണ് നമ്മുടെ അക്കിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ കവിതകളുടെയും മുഖമുദ്ര എന്താണ്? മാനുഷിക ബന്ധങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. ഓരോ കൃതിയിലെയും വിഷയം എന്താ? മാനുഷിക ബന്ധങ്ങളും പ്രകൃതിയും ആയിരിക്കും. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുണയും ഉണ്ടാവുന്നതെന്ന് മാത്രമാണ് ആര് പഠിപ്പിച്ചു തന്നത്? അക്കിത്തം പഠിപ്പിച്ചു തന്നത്. അപ്പോൾ 1926 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഋഗ്വേദവും കാൾമാർക്സിന്റെ കൃതികളും EMSന്റെ ലേഖനങ്ങളൊക്കെ എല്ലാം ചെറുപ്പത്തിൽ തന്നെ വായിച്ച് സാഹിത്യമാക്കിയ വ്യക്തി കൂടെയായിരുന്നു ആര്? അക്കിത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ എന്താ ചെയ്തു? ഒരുപാട് വായിച്ചതുകൊണ്ട് നന്നായി എഴുതി തുടങ്ങി. അപ്പോൾ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഭാഗവതം, ഇതൊക്കെ ആരുടെ കൃതിയാ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെണ്ണക്കല്ലിന്റെ കഥ അല്ലേ. വെണ്ണക്കല്ലിന്റെ കഥ, നിമിഷക്ഷേത്രം, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, നിമിഷക്ഷേത്രം, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുലമുന്തിരിങ്ങ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നിവയാണ് പ്രധാന കൃതികൾ. ഏതൊക്കെയായിരുന്നു? 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുലമുന്തിരിങ്ങ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നിവയാണ് പ്രധാന കൃതികൾ. കവിതയ്ക്ക് പുറമെ ചെറുകഥ എഴുതിയിരുന്നു, നാടകം, വിവർത്തനം, ലേഖനങ്ങൾ ഇവയെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് 2019 അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ജ്ഞാനപീഠം. അടുത്താണ് നെഹ്റു ട്രോഫിയെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. 1952 നെഹ്റു ട്രോഫി ആരംഭിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ്. മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയതാ. അന്ന് അതിന്റെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ഇത് നെഹ്റു ട്രോഫി വള്ളംകളി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളം ചോദിക്കും. നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടിയതാരാ? കാരിച്ചാൽ ചുണ്ടനാ. അപ്പോൾ തെറ്റിക്കരുത്. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചു. ഏത് ജില്ല? ആലപ്പുഴ. ഏത് കായൽ? പുന്നമടക്കായൽ. എങ്ങനെയാണ് അതിന് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന് പേര് വന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥം നെഹ്റു ട്രോഫി വള്ളംകളി നടത്തി തുടങ്ങി 1952 ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ. അതുകൊണ്ട് അന്നത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി എന്നാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി വാങ്ങിയതാരാ? കാരിച്ചാൽ ചുണ്ടനാ. ഇനി വള്ളംകളിയുടെ വേദികൾ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലില. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നതോ
അഷ്ടമുടിക്കായലില്ല. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായൽ. ആറന്മുള വള്ളം കളി ഏതാ? പമ്പാ നദി. ആറന്മുള ഉത്രട്ടാതിയിലെ ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദി. മദർ തെരേസ വള്ളംകളി. മദർ തെരേസ, മദർ എന്ന് പറഞ്ഞാരാ? അമ്മ. അച്ഛൻ കോവിലർ, അമ്മ അച്ഛൻ അല്ലേ? മദർ തെരേസ വള്ളംകളി എവിടെയാണ്? അച്ഛൻ കോവിലർ. അമ്മ അച്ഛൻ എന്ന് പഠിക്കാം. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. അയ്യൻകാളി വള്ളംകളി ആരാണ്? അയ്യൻകാളി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? വെള്ളായണിക്കായൽ. അയ്യൻകാളി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായണിക്കായൽ. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്ന കായൽ കുമരകം. ശ്രീനാരായണ ജയന്തി വള്ളംകളി കുമരകം. ശ്രീനാരായണ ട്രോഫി ആണെങ്കിലോ? ട്രോഫി അല്ലേ ഏറ്റിട്ട് പോവുക. അപ്പൊ ശ്രീനാരായണ ട്രോഫി ആണെങ്കിൽ കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി കുമരകം. ഗുരു കുമരകം. ഇനി ട്രോഫി ആണെങ്കിലോ? ശ്രീനാരായണ ഗുരു ട്രോഫി. ശ്രീനാരായണ ട്രോഫി ഏറ്റിട്ടല്ലേ പോവാ? ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. ട്രോഫി ഏറ്റി. ശ്രീനാരായണ ട്രോഫി കന്നേറ്റി. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ പുളിങ്കുന്ന് അല്ലേ? പുളിക്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുക. ഓക്കെ. നോക്കാം. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? UPSC ആണ് അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓൾ ഇന്ത്യ സർവീസസിന്റെ ആർട്ടിക്കിള്, ഓക്കെ, അഖിലേന്ത്യാ സർവീസിന്റെ ആർട്ടിക്കിള് 312. UPSCയുടെ ആർട്ടിക്കിളോ 315. അപ്പൊ അത് 312 315 മാറിപ്പോകരുത്. ഓൾ ഇന്ത്യ സർവീസസ് ആണെങ്കിൽ 312, UPSC PSC ഇതെല്ലാം 315. ഓക്കെ. ഇനി നോക്കുക. അപ്പൊ തന്നെ നമ്മളവിടെ പറയുന്ന വേറൊരു കാര്യം ഇലക്ഷൻ കമ്മീഷന്റെയും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ 324, പ്രായപൂർത്തി വോട്ടവകാശം 326. അതൊന്ന് പഠിച്ചു വെക്കണേ. നോക്കുക. പുതിയ ഓൾ ഇന്ത്യ സർവീസസ് ആരംഭിക്കാൻ ആദ്യം പ്രമേയം പാസ്സാക്കേണ്ടത് രാജ്യസഭയിലാണ്, പിന്നീട് ലോക്സഭ അംഗീകരിക്കണം. ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസസ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, IAS, IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസ്, ഫോറിനല്ല ഫോറസ്റ്റ് സർവീസസ്, പിന്നെ ഏതാണ്? IPS, ഇന്ത്യൻ പോലീസ് സർവീസസ്. അപ്പോൾ ഇവരെ സെലക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും ജോലി ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഓൾ ഇന്ത്യ സർവീസസ് എന്നറിയപ്പെടുന്നത്. സെൻട്രൽ സർവീസസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ IRS ഒക്കെ. പിന്നെ അതേപോലെ തന്നെ നോക്കുക, ബാക്കിയുള്ള എന്താണ് റെയിൽവേയുടെ സർവീസ്, അതെല്ലാം ഏതാണ് വരിക? ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സർവീസസിൻ്റെ കീഴിലാണ് വരിക. ഇനി നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് സർവീസസ്, ഇപ്പോൾ കേരളം തിരഞ്ഞെടുക്കുന്നു, കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് പറയുമ്പോൾ കേരളം തിരഞ്ഞെടുക്കുന്നു, കേരളത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം LDC, ബെവ്കോ LD, പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. നോക്കുക. നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസസ് ആണ് ഉള്ളത്. ഓൾ ഇന്ത്യ സർവീസസിൻ്റെ പിതാവ്, ഇന്ത്യൻ അഖിലേന്ത്യാ സർവീസസിൻ്റെ പിതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. UPSC നിലവിൽ വന്നപ്പോഴാണ് 1926 ഒക്ടോബർ 1 ലീ കമ്മീഷൻ ശിപാർശ പ്രകാരം. അപ്പോൾ ലീ കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് 1926 ഒക്ടോബർ 1 എന്ത് നിലവിൽ വന്നത്? UPSC നിലവിൽ വന്നത്. ഇപ്പോഴത്തെ UPSC ചെയർമാൻ മനോജ് സോണി. ആസ്ഥാനം ധോൽപൂർ ഹൗസ്, ഷാജഹാൻ റോഡ്, ന്യൂഡൽഹി. ഓക്കെ. എന്താണ് ആർട്ടിക്കിൾ 311 ചോദിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരെ, സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവരെ പുറത്താക്കൽ, റാങ്ക് വെട്ടിച്ചുരുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പുറത്താക്കൽ, റാങ്ക് വെട്ടിച്ചുരുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 311. അവർക്കുള്ള സംരക്ഷണം ഏതെന്ന് ചോദിച്ചാൽ അതിൽ സംരക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 311 അതും കൂടിയാണ്. അടുത്ത നോക്കുക. അതേപോലെ ചോദിച്ചൊരു ചോദ്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ. ആർട്ടിക്കിൾ 324 പാർട്ട് 15 ഭാഗം 15 പറയുന്നു എന്തിനെ കുറിച്ച്? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. രാജീവ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. രാജീവ് കുമാർ 1950 ജനുവരി 25 നിലവിൽ വന്നു. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ വന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ഇലക്ഷൻ കമ്മീഷൻ. 1950 ജനുവരി 25. ഇവരുടെ ചുമതലകൾ പാർലമെന്റ്, നിയമസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തുന്നു. പാർലമെന്റ്, നിയമസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തുന്നു.
കേരള നിയമസഭയിലെ ഇലക്ഷൻ നടത്തുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? കേരള നിയമസഭയിലെ ഇലക്ഷൻ നടത്തുന്നതും. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 243 കെ പ്രകാരം നിലയിൽ വന്ന 243 കെ പ്രകാരം നിലയിൽ വന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നു. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പിന്നെ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്തുകൾ അവയുടെ. ഇനി രണ്ടാമത്തെ ചുമതല നോക്കാം, പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുന്നു. മൂന്നാമത്തത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ നടത്തുക, ചിഹ്നങ്ങൾ അനുവദിക്കുക, പദവികൾ അനുവദിക്കുക. ഇപ്പോൾ ദേശീയ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനുവദിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ നടത്തുക, ചിഹ്നങ്ങൾ അനുവദിക്കുക. വോട്ടർ പട്ടിക തയ്യാറാക്കുക, പുതുക്കുക. എക്സിറ്റ് പോൾ ഫലങ്ങൾ തടഞ്ഞു വെക്കാം. അവർക്കാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ തടഞ്ഞു വെക്കാം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി IRS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി IRS ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, ചെലവ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് നൽകണം, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. ആരുടെ? എലക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ MLA, MP ആരോടെങ്കിലും ആയിക്കോട്ടെ, അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ചെലവാക്കിയ തുകയുടെ കണക്ക് നൽകണം. പ്രചാരണ കാലയളവ് നിയമസഭ, ലോക്സഭ എന്നിവയിലൊക്കെ പ്രചാരണ കാലയളവ് 21 നിന്ന് 14 അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. പ്രചാരണ കാലയളവ് എത്രയാണ്? 14. അത് അടുത്ത് നോക്കുക, EPIC എപ്പിക് എന്താണ്? വോട്ടർ ID കാർഡുകൾ 1993 വിതരണം ചെയ്തു, 2004 നിർബന്ധമാക്കി. ഓക്കെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റേഷൻ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് എന്താണ്? റോനെറ്റ്, RONET. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിർമ്മിച്ച സോഫ്റ്റ്വെയർ ആണ് റോനെറ്റ്. എന്താണ്? ECI 360 പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടപ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിർമ്മിച്ചത് RONET, റോനെറ്റ്. പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ECI 360. എന്താണ്? EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലേ? 1982 ആദ്യമായി ഇന്ത്യയിൽ ഉപയോഗിച്ചു. കേരളത്തിലാണ്, വടക്കൻ പറവൂരിലാണ്. 1982 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആദ്യത്തെ വോട്ടർ ആരായിരുന്നു ഇന്ത്യയിലെ? കറണ്ട് അഫെയർ ആണ് അല്ലേ? ആരാണ്? ശ്യാം ശരൺ നേഗി. അടുത്ത VVPAT, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തെന്നുള്ളത് ഒന്നുകൂടെ സ്ഥിരമാക്കുകയാണ് VVPATലൂടെ. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. നോട്ട, നൺ ഓഫ് ദ എബോ. എന്താണ് സഫ്രാജറ്റ് മൂവ്മെന്റ് എന്ന് ചോദിക്കും. ഇംഗ്ലണ്ടിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ആണ് ഇത്, സഫ്രാജറ്റ് മൂവ്മെന്റ്. അടുത്തത് റിട്ടുകളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അതിലുള്ളത് അല്ലേ? റിട്ട്, ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡാണ് എന്ത്? റിട്ട്. അപ്പോൾ ആ റിട്ടിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കമാൻഡ്, ഏത് കമാൻഡ് പുറപ്പെടുവിക്കുക? മാൻഡമസ് അല്ലേ? മാൻഡമസ്. അപ്പോൾ ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പ്രഖ്യാപിക്കുന്ന റിട്ടിന്റെ പേരാണ് എന്ത്? മാൻഡമസ്. സുപ്രീം കോടതിയുടെ റിട്ടിന്റെ ആർട്ടിക്കിൾ 32, ഹൈക്കോടതിയുടെ 226. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക. അന്യായമായി തടങ്കലിൽ വയ്ക്കുന്ന ഒരാളെ കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. പ്രൊഹിബിഷൻ, തടയുക. കീഴ്ക്കോടതി അധികാര പരിധിയിൽ ഇല്ലാത്ത കാര്യം ചെയ്യുമ്പോൾ മേൽക്കോടതി തടയുന്നതിനെ പറയുന്ന പേരാണ് പ്രൊഹിബിഷൻ. ഓക്കെ, ഇനി സർഷ്യോററി എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. അതായത് തടയുകയും ചെയ്യുക, ഇങ്ങോട്ട് അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുക. അപ്പോൾ കീഴ്ക്കോടതി അധികാരമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണ്ട, ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതാണ് സർഷ്യോററി. മാൻഡമസ് നമ്മളിപ്പോൾ പറഞ്ഞു, നാം കൽപ്പിക്കുന്നു. ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാളുടെ ചുമതല ചെയ്യുന്നില്ലെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. കോവാറന്റോ, എന്ത് അധികാരത്തിൽ ഒരാൾക്ക് അതിന് യാതൊരു അധികാരവും ഇല്ല, ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ലെങ്കിൽ പിന്നെ അവിടെ കയറി ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് കോവാറന്റോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോവാറന്റോ, എന്ത് അധികാരത്തിൽ. റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രൈവറ്റ് ആൾക്കും പബ്ലിക് ആൾക്കും എതിരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരേ ഒരു റിട്ടേ ഉള്ളൂ. അതായത് പ്രൈവറ്റ് ആളുകൾക്കും പബ്ലിക്, അതായത് സ്വകാര്യ വ്യക്തിക്കെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരേ ഒരു റിട്ടേ ഉള്ളൂ. ഏതാണത്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് ആണ്. ഓക്കെ, നോക്കുക അടുത്തത്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാൽ. സംസ്ഥാനത്തിൽ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ലോകായുക്ത അല്ലെ. നോക്ക, ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19 മാർച്ച് 19 ആദ്യ ലോക്പാല് ആരാണ്? പിനാക്കി ചന്ദ്ര ഘോഷ്, PC ഘോഷ്. നിലവിൽ പ്രദീപ് കുമാർ മൊഹന്തി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പ്രദീപ് കുമാർ മൊഹന്തി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ലോക്പാല്. കേരളത്തിലെ ലോകായുക്ത ആരാന്ന് ചോദിക്കും. ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അഴിമതി അവസാനിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് എഴുതുക വിജിലൻസ് അല്ലെ. സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ, ഏതാണ്? ശ്രദ്ധിക്കുക, 54 തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം പ്രസിഡന്റിന്റെ, 52 പ്രസിഡന്റ്, 53 എക്സിക്യൂട്ടീവ് പവർ. തെറ്റിക്കരുത്. 52 പ്രസിഡന്റ്, 53 പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ, 54 ഇപ്പോൾ പറഞ്ഞു, 58 ക്വാളിഫിക്കേഷൻ, 61 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഇംപീച്ച്മെന്റ്. 63 വൈസ് പ്രസിഡന്റ്, 66 ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്, 63 വൈസ് പ്രസിഡന്റും 63 ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റും, 72 പാർഡനിങ് പവർ, പ്രസിഡന്റിന്റെ ദയ. ഓക്കെ, ഇപ്പോൾ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെട്ട ആളെ വെറുതെ വിടുന്നത് ആർട്ടിക്കിൾ 72 പ്രകാരമാണ്. 52 പ്രസിഡന്റ്, 53 അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവർ, 58 ക്വാളിഫിക്കേഷൻ, 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, 63 വൈസ് പ്രസിഡന്റ്, 66 ഇലക്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്, 72 പാർഡനിങ്. ഓക്കെ, അടുത്ത ഈയിടെയായി സ്ഥിരം ചോദിക്കുന്ന ഒരു സംഭവമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലെ മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ അഖണ്ഡത കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന വാക്കും എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നോക്കുക, 39A ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ ജസ്റ്റിസ് തുല്യനീതി, അതേപോലെ തന്നെ ഫ്രീ ലീഗൽ എയ്ഡ്, ഓക്കെ, സൗജന്യമായിട്ട് ലീഗൽ എയ്ഡ് കിട്ടാനുള്ള സംഭവം. അടുത്ത 43A പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, തൊഴിലാളികളുടെ പങ്കാളിത്തമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 48A പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ഫോറസ്റ്റ്സ് ആൻഡ് വൈൽഡ് ലൈഫ്, വനവും പരിസ്ഥിതിയും വനത്തിലെ ജീവികളും, ഓക്കെ, ഇവയെ സംരക്ഷിക്കേണ്ട സംഭവം. ഓക്കെ, അതൊരു DPSP എന്നുള്ള രീതിയിൽ, ഓക്കെ, നിർദ്ദേശക തത്വം എന്നുള്ള രീതിയിൽ ഈ 3 കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 39A, 43A, 48A. 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി. 3 വാക്കുകളാണ് നേരത്തെ പറഞ്ഞു, ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 കേസാണ്. ഓക്കെ, അപ്പോൾ ആ വർഷം ഒന്ന് മാർക്ക് ചെയ്യുക. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ആ ഡിവിഷൻ വരുന്നത് സംസ്ഥാനം, കേന്ദ്രം എന്നിവയുടെ അധികാര വിഭജനം വരുന്നത് 7ാമത്തെ ഷെഡ്യൂളിലാണ്. എത്രാമത്തെ ഷെഡ്യൂളിലാണ്? 7ാമത്തെ ഷെഡ്യൂളിലാണ് ആ വിഭജനം വരുന്നത്. ഏതൊക്കെ അധികാര വിഭജനം വരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റ് 7ാമത്തെ ഷെഡ്യൂൾ. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നേരെ എടുത്ത് ഏത് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ടു? കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ടു. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ്. ഫോറസ്റ്റ്, വനം. വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അളവും തൂക്കങ്ങളും. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, വന്യജീവികളുടെ സംരക്ഷണം. അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഈ 5 കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ഇതിന് നേരെ, ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, നേരെ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലിട്ടു. സെൻട്രൽ ഗവൺമെന്റിന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്. കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള ആശയം കടമെടുത്തത് ഓസ്ട്രേലിയ എന്നാണ്.
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് 42ാം ഭരണഘടനാ ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി നടത്തിയ ഭരണഘടനാ ഭേദഗതിയെ പറയാം. 42ാം ഭരണഘടനാ ഭേദഗതിക്കെതിരെ വന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 44 അത് വീണ്ടും എന്താക്കി മാറ്റി, 5 ആക്കി മാറ്റി. 1978 മൊറാർജി ദേശായി 44ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി. 31 എന്നുള്ളത് മാറ്റിയിട്ട് നേരെ 300A കൊണ്ടുപോയിട്ടു. 31 എന്നുള്ളത് മാറ്റിയിട്ട് നേരെ 300A കൊണ്ടുപോയിട്ടു. അപ്പോൾ ഇന്ന് സ്വത്തവകാശം ഉണ്ട് ഭരണഘടനയിൽ 300A. അപ്പോൾ 31 എന്നുള്ള ആർട്ടിക്കിൾ മാറ്റിയത് ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശത്തിനായി ഒരു വ്യക്തിയെ ഒരു ക്ലാസ് ആയി കണക്കാക്കാം. നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശത്തിനായി ഒരു വ്യക്തി ഒരു ക്ലാസ് ആയി കണക്കാക്കാം. ശരിയാണ്. 6 മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. തെറ്റല്ലേ? ഓക്കെ. 21A 86ാം ഭരണഘടനാ ഭേദഗതി 2002 എന്താ പറയണത്? 6 മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ തെറ്റാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 31 വകുപ്പ് ഒഴിവാക്കി. അത് തെറ്റല്ലേ? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയത്. 42ലൂടെയാണോ? അല്ല. അടുത്ത 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഏതാണ്? 39A കൂട്ടിച്ചേർത്തത്. അത് ശരിയാണ്. ഇത് ട്രഷറി ഓഫീസറിന് വന്ന ഒരു ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, എയും ഡിയും മാത്രമാണ് ശരി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക, എയും ഡിയും. അപ്പൊ ഇതേപോലെയൊക്കെ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയണം നിർബന്ധമൊന്നുമില്ല. 1-2 അറിഞ്ഞാൽ മതി. ഓപ്ഷൻ നോക്കി എലിമിനേറ്റ് ചെയ്താൽ മതി. നോക്കുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇന്ത്യൻ പൗരന്റെ അടിസ്ഥാന കടമകളിൽ ഒന്നാണ്. ഓക്കെ, തെറ്റല്ലേ? അത് 51 പറയണത്. അത് ഇന്ത്യയുടെ കടമയാണ്. DPSPയിൽ വരുന്നതാണ്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും റിട്ട് അധികാര പരിധി തുല്യമല്ല. അല്ലല്ലോ, നമുക്കറിയാലോ. ഓക്കെ, ഹൈക്കോടതിക്ക് എല്ലാ കാര്യത്തിലും റിട്ട് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമേ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് കുറച്ചുകൂടെ വലുത്. അടുത്ത, തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റത്തിനും കഴിവില്ലായ്മയ്ക്കും പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അങ്ങനെ പറ്റില്ല. വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമേ ആരെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഭരണഘടനാ ലംഘനം നടത്തിയാൽ മാത്രമാണ് ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത, രാഷ്ട്രപതിയുടെ മാപ്പധികാരവും ഗവർണറുടെ മാപ്പധികാരവും തുല്യമല്ല. രാഷ്ട്രപതിയുടെ മാപ്പധികാരം 72 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഗവർണറുടെ 161. ഗവർണർക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ അധികാരമില്ല. ഓക്കെ, അപ്പോൾ ഏതാണ്? ബിയും ഡിയും ശ്രദ്ധിക്കുക. ബി എന്ന് പറയണതും ഡി എന്ന് പറയണതുമാണ് ശരി. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ലോജിക്ക് വെച്ചൊക്കെ എഴുതാൻ നോക്കുക. ഓക്കെ, അടുത്ത നോക്കുക. അതേപോലെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി ജഡ്ജിന്റെ സമാനമായ കാരണമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർവീസിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് ശരിയാണ്. സുപ്രീം കോടതി ജഡ്ജി എങ്ങനെയാണോ മാറ്റുന്നത് അതേപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്നത്. സിവിൽ സർവീസുകാർക്കെതിരെയുള്ള അച്ചടക്ക നടപടിയുമായി UPSCക്ക് ഒരു പങ്കുമില്ല. ഓക്കെ, പങ്കുണ്ട്. ഇനി നിയമന അതോറിറ്റിക്ക് മാത്രമേ സിവിൽ സർവീസുകാരെ അവരുടെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റൂ. തെറ്റല്ലേ? നിയമന അതോറിറ്റി അല്ല പിരിച്ചുവിടുന്നത്. ഓക്കെ, പ്രസിഡന്റ് പിരിച്ചുവിടും. അടുത്ത, ദേശീയ കമ്മീഷൻ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട കേസുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവരുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആ കമ്മീഷന് ഇടപെടാം എന്നാണ് പറയുന്നത്. വേറൊരു സ്റ്റേറ്റ്മെന്റ്. അത് ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു 3 ചോദ്യങ്ങൾ അവിടെ നിന്ന് എടുത്തു. ട്രഷറി ഓഫീസർ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് എടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കും. സുപ്രീം കോടതി ജഡ്ജിന്റെ സമാനമായ കാരണമില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർവീസിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. ശരിയാണ്. സിവിൽ സർവീസുകാർക്കെതിരെ അച്ചടക്ക നടപടിയുമായി UPSCക്ക് ഒരു പങ്കുമില്ല. തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത നോക്കാം. ഹിസ്റ്ററിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ നോക്കുക. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് നടത്തുന്ന അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, പാരാലിമ്പിക്സ്. ഓട്ടം തുള്ളലൊക്കെ മിസ് എടുത്തതിൽ പറയുന്നുണ്ട്. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുച്ചിപ്പുടി നമ്മൾ നേരത്തെ പറഞ്ഞു, ആന്ധ്രാപ്രദേശ്. അത്തച്ചമയം ഏതാണ്? തൃപ്പൂണിത്തറ. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? ചെർപ്പുളശ്ശേരി. എവിടെയാണ്? ചെർപ്പുളശ്ശേരി. അടുത്തത്,
താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ അംഗമല്ലാത്തത്? നോക്കുക, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനിമസ് ഗ്രീൻ എന്നിവർ അംഗങ്ങളാണ്. അല്ലാത്തതാരാണ്? അക്കാമ ചെറിയാൻ മാത്രമാണ്. അക്കാമ ചെറിയാൻ മാത്രമാണ്. എനിക്ക് ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനിമസ് ഗ്രീൻ, ആനിമസ് ഗ്രീൻ, ആനിമസ് ഗ്രീൻ. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് വൈസ്രോയാണ് ഇൽബർട്ട് ബില്ല് വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈസ്രോയുടെ ക്ലാസ് ഒക്കെ നമ്മൾ എടുത്താണ്. അപ്പോൾ 1857 കലാപ സമയത്ത് വൈസ്രോയി എന്താണെന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ 1857 അതാരാണ്? കാനിങ് ആണ്. സതി നിർത്തലാക്കിയത് ആരാണ്? സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ്. വില്യം ബെൻഡിക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരാണ്? ലിട്ടൺ ആണ്. ലിട്ടൺ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൽബർട്ട് ബിൽ വിവാദം എന്താണ്? ആരാണ്? ലോർഡ് റിപ്പൺ. എന്താണ് ഇൽബർട്ട് ബിൽ എന്ന് ചോദിക്കും. യൂറോപ്യന്മാർക്കെതിരെ ഇന്ത്യൻ ജഡ്ജിമാർക്ക് വിധി പറയാനുള്ള ആ അധികാരത്തെ പറയുന്ന പേരാണെന്ത്? ഇൽബർട്ട് ബില്ല്. ഇൽബർട്ട് കൊണ്ടുവന്ന ബില്ലാണ്. ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് യൂറോപ്യന്മാർക്കെതിരെ വിധി പറയാം. ഓക്കെ, അടുത്ത 1663 കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി ആരാണ്? ഡച്ചുകാര്. ആരുടെ കയ്യിൽ നിന്ന്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് 1663. ഇനി നോക്കുക, അപ്പൊ പഠിക്കേണ്ട വേറൊരു സംഭവമാണ് കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധം. ഓക്കെ, ഡച്ചുകാര് പരാജയപ്പെട്ട 1741 പരാജയപ്പെട്ടതാണ് കുളച്ചിൽ യുദ്ധം. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പോരാട്ടം ഏതെന്ന് ചോദിച്ചാൽ 1697 അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം ചോദിച്ചാലോ 1721 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. അടുത്ത 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. ഫസ്റ്റും സെക്കൻഡും എല്ലാം നടന്നത് എവിടെയാണ്? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഓക്കെ, അടുത്ത ഇതേപോലെ ഈ ഏരിയ എന്ന് ചോദിക്കുന്നതാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടി ഏതാണ്? ബ്രസ്റ്റ് ലിത്തോവസ്ക് ഉടമ്പടി. ബ്രസ്റ്റ് ലിത്തോവസ്ക് ഉടമ്പടി. അടുത്ത ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി വേഴ്സൈസ് ഉടമ്പടി. റഷ്യ പിന്മാറിയത് ബ്രസ്റ്റ് ലിത്തോവസ്ക് ഉടമ്പടി. യുദ്ധം അവസാനിപ്പിച്ചത് വേഴ്സൈസ് ഉടമ്പടി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് സമാധാന ഉടമ്പടി. പാരീസ് സമാധാന ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി വേഴ്സൈസ് ഉടമ്പടി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് സമാധാന ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയത് ബ്രസ്റ്റ് ലിത്തോവസ്ക് ഉടമ്പടി. ഓക്കെ, അടുത്ത ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ള ബുക്ക് എഴുതിയത് മോണ്ടസ്ക്യൂ. ദ സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ. സോഷ്യൽ കോൺട്രാക്ട്, അതേപോലെ തന്നെ കൺഫെഷൻ, ഇതെല്ലാം എഴുതിയത് ആരാണ്? റൂസോ. റൂസോ. സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ, സോഷ്യൽ കോൺട്രാക്ട്, കൺഫെഷൻ, കുമ്പസാരങ്ങൾ റൂസോ. കോമൺ സെൻസ് തോമസ് പെയിന്. മദർ മാക്സിം ഗോർക്കി. മദർ മാക്സിം ഗോർക്കി, അമ്മ. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള കാലഘട്ടം ജനിച്ചത് മുതൽ 1869 മുതൽ 1923. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രം ഏതാ ചോദിച്ചാൽ ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിൽ വെച്ചിട്ട് ഒരുപാട് പത്രമുണ്ട്. നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ചത് ഇന്ത്യൻ ഒപ്പീനിയൻ. ആത്മകഥ അച്ചടിച്ച് പുറത്തിറക്കിയ പത്രം നവജീവൻ. ഗുജറാത്തിയിലുള്ളതാണ് നവജീവൻ. ഗുജറാത്തി ഭാഷയിലുള്ളതാണ് ആത്മകഥയും. ജോൺ റസ്കിന്റെ പുസ്തകം അൺ ടു ദിസ് ലാസ്റ്റ് വായിച്ചിട്ട് ഗാന്ധിജിക്ക് ഭയങ്കര ഇൻസ്പയർ ആവുകയാണ് അദ്ദേഹം. അത് സമ്മാനിച്ചത് ഹെൻറി പൊള്ളോക്ക് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനാണ്. ഹെൻറി പൊള്ളോക്കാണ് സമ്മാനിച്ചത്. അത് അദ്ദേഹം ഗുജറാത്തിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സർവോദയ. അതേപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നേതാവ് ടി കെ മാധവൻ. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 24-25 അതിൻ്റെ നേതാവായിരുന്നു ആര്? ടി കെ മാധവൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ആര്? കെ കേളപ്പൻ. അടുത്ത അതേപോലെ വേറെ കോൺസ്റ്റിറ്റ്യൂഷന് ചോദിക്കുന്ന ഒരു 3 ചോദ്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പീലിന് അനുമതി നൽകുന്ന സുപ്രീം കോർട്ട് അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അതായത് അപ്പീലിന് അനുമതി നൽകുന്ന സുപ്രീം കോർട്ട് അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏതാണ്? 136. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ 243I.
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 243 കെ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഫിനാൻസ് കമ്മീഷൻ ഏതാണ്? FI അല്ലേ? ഇല്ല, സെൻട്രൽ ഫിനാൻസ് കമ്മീഷനോ? ഓക്കെ, സാധാരണ ധനകാര്യ കമ്മീഷൻ എന്ന് ചോദിച്ചാലോ 280. ഫിനാൻസ് കമ്മീഷന്റെ ചുമതല ചോദിക്കും. ടാക്സ്, കിട്ടുന്ന ടാക്സ് അല്ലെങ്കിൽ കിട്ടുന്ന നികുതി കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഫിനാൻസ് കമ്മീഷന്റെ പ്രധാന ഡ്യൂട്ടി. സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ. അപ്പോൾ സ്റ്റേറ്റിന്റെ എന്തായിരിക്കും? സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന് കിട്ടുന്നത് സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിൽ വീതിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസിയെ 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ, ഇതിലെ രണ്ടാമത്തെ കാലഘട്ടം വ്യാവസായിക ഘട്ടം എന്നറിയപ്പെടുന്നു. വ്യാവസായിക ഘട്ടം എന്നറിയപ്പെടുന്നു. അപ്പൊ ശരിയായ പ്രസ്താവനയെ തിരഞ്ഞെടുക്കുക. ഈ ചോദ്യം നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ഞാൻ ഉത്തരം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നോക്കുക, ബ്രിട്ടീഷ് എക്കണോമിക്ക് 3 ഫേസ് ആണുള്ളത്. ഒന്ന് മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. ഇത് 1757 മുതൽ 1813 വരെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാലഘട്ടം മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. ഇത് 1757 പ്ലാസി യുദ്ധം മുതൽ 1813 ചാർട്ടർ ആക്ട് വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ അവസാനിപ്പിച്ച വർഷം വരെ. രണ്ടാമത്തെ ഫേസിനെ പറയുന്ന പേര് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്നാണ്. അത് വ്യാവസായിക കാലഘട്ടമാണ്. 1813 മുതൽ 1858 വരെ. രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നൊക്കെ പറയുന്നത് കഴിയുന്നവരെ. മൂന്നാമത്തത് ഫിനാൻസ് കൊളോണിയലിസം ആണ്. ഇത് 1860 സ്റ്റാർട്ട് ചെയ്യണത്. കാരണം 58 കഴിഞ്ഞിട്ട് 2 വർഷം അവര് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കാരണം പേടിച്ചിട്ട്, ഇനി അടുത്തൊരു കലാപം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട്. മ്യൂട്ടണോഫോബിയ എന്നൊക്കെ അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1860 മുതൽ ബ്രിട്ടീഷുകാർ പോകുന്നവരെ 47 വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ഫിനാൻസ് കൊളോണിയലിസം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി ഒന്നാമത്തത് നോക്കുക, കമ്പനിക്ക് കുത്തക ഉണ്ടായിരുന്ന കാലഘട്ടമാണ്, ട്രേഡ് മൊണോപ്പൊളി ഉണ്ടായിരുന്ന കാലഘട്ടമാണ് മർച്ചന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം. കമ്പനിയുടെ അധികാരം ഉപയോഗിച്ച് ബംഗാളിലെ നെയ്ത്തുകാരുടെ ജീവിതം ദുസ്സഹമാക്കിയ കാലഘട്ടം കൂടിയായിരുന്നത്. ഗോവർദ്ധന്റെ യാത്രകൾ എന്നുള്ള കൃതിയിൽ അവർ തള്ളവരൽ മുറിച്ച കഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ സമതലം വെളുത്തിരിക്കുന്നു, അതിന് കാരണം നെയ്ത്തുകാരുടെ എല്ലുകളാണ്. ആരാണ് പറഞ്ഞത്? വില്യം ബെൻഡിക്ക്. കമ്പനി ബംഗാളിൽ നിന്ന് കിട്ടിയ പൈസ വ്യാപാരത്തിന് വലിയ തോതിൽ ഉപയോഗിക്കുകയാണ്. ബംഗാളിൽ നിന്ന് കിട്ടിയ പൈസ, അതായത് ബംഗാള് ബക്സാർ യുദ്ധം, പ്ലാസി യുദ്ധം, പ്ലാസി യുദ്ധത്തിന് പൈസ ഒന്നും കിട്ടിയില്ല. ബക്സാർ യുദ്ധത്തിന് കിട്ടിയ പൈസയൊക്കെ അല്ലെങ്കിൽ അവർക്ക് ആ വ്യാപാരം കിട്ടിയ അവകാശമൊക്കെ ഇവിടെ അവർ ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആ വ്യാവസായിക കാലഘട്ടം എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് 1813 ബ്രിട്ടീഷുകാരുടെ ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. എല്ലാ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിൽ കച്ചവടം ചെയ്യാം എന്ന അവസ്ഥ വന്നു. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം അത് സപ്ലൈ ചെയ്യുന്ന എക്കണോമിയായി ഇന്ത്യൻ എക്കണോമി. ഇപ്പോൾ ഉദാഹരണം, കോട്ടൺ, ചണം, സിൽക്ക്, ഓയിൽ സീഡ്, ഇൻഡിഗോ, ടീ, ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇതിന് വ്യാവസായിക കാലഘട്ടം ആരംഭിക്കണം. ഇംഗ്ലണ്ടിൽ വ്യാവസായിക കാലഘട്ടം ആരംഭിച്ച അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഇതും സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാലഘട്ടം 1860 സ്റ്റാർട്ട് ചെയ്യണത്. 1857 മുതൽ 1858 വരെയായിരുന്നു ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിനെ തുടർന്ന് അടുത്ത 2 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. പേടിച്ചിട്ട് ഇന്ത്യ ബ്രിട്ടന് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ സപ്ലൈ ചെയ്യുന്ന മാർക്കറ്റായി 1860 മുതൽ 47 വരെ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഈ കാലഘട്ടത്തിൽ എക്സാമ്പിൾ റെയിൽവേ, റോഡ്, പോസ്റ്റ്, ടെലഗ്രാഫ്, ബാങ്കിങ്, ഇതെല്ലാം ആരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നോക്കുക, 3 കാലഘട്ടം. ഒന്നാമത്തത് മർക്കന്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മർക്കന്റലിസം, രണ്ടാമത്തത് ഫേസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, മൂന്നാമത്തത് ഫിനാൻസ് കൊളോണിയലിസം. 3 കാലഘട്ടം. അടുത്ത ചേരുംപടി ചേർക്കുക. അപ്പൊ ഇത് വായിക്കുന്നതിന് പകരം ഞാൻ ആ കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒന്നാമത് ബ്രിട്ടീഷുകാരുടെ കാർഷിക നയങ്ങളിൽ ഒന്നാമത്, ലാൻഡ് റവന്യൂ പോളിസിയിൽ ഒന്നാമത് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇസർദാരി സിസ്റ്റം എന്ന് പറയും. നോക്കുക, അന്ന് ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു 1773 കാലഘട്ടത്തിൽ.
ലേലം വഴി ഒരാളെ ഏൽപ്പിക്കുന്നു, അയാൾ ടാക്സ് പിരിക്കുന്നു, അയാള് ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് പൈസ കൊടുക്കുന്നു. ഇയാളെ പറയുന്ന പേര് ഇസ്രേദാർ എന്നായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഇസ്രേദാരി സിസ്റ്റം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 പേര് പറയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഞങ്ങളെ ആ സ്ഥലത്തിലെ നികുതി പിരിച്ചു തരാം എന്ന് പറയാണ്. അപ്പോൾ 10 പേരോടും ചോദിക്കും നിങ്ങൾ എത്ര നികുതി തരും ആ സ്ഥലത്ത് നിന്ന്? അപ്പോൾ ഒരാൾ പറയണ 5, അടുത്ത ആൾ പറയണ 10. അങ്ങനെ അവർ ലേലം വിളിച്ചിട്ട് മാക്സിമം ആരാണോ തരുന്നത് അവർക്ക് ഇസ്രേദാർ പദവി നൽകുന്നു, അയാൾ ടാക്സ് പിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഭയങ്കര പരാജയമായിരുന്നു. അതുകൊണ്ട് ബംഗാളിൽ പെർമനന്റ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ആര് സ്റ്റാർട്ട് ചെയ്തു? കോൺവാലീസ് പ്രഭു കൊണ്ടുവന്നു. ഇതിനനുസരിച്ച് ജമീന്ദാറാണ് ടാക്സ് പിരിക്കുക. അതുകൊണ്ട് ഇതിനെ ജമീന്ദാരി സിസ്റ്റം എന്നും പറയും ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക്. ഇതിന് എന്തുകൊണ്ടാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ, ഒരു തവണ ടാക്സ് തീരുമാനിച്ചാൽ അത് മാറില്ല. ഈ ജമീന്ദാർ എന്നുള്ള പദവി ഹെറിഡിറ്ററി, പാരമ്പര്യമായി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഈ ജമീന്ദാരി എന്നുള്ള പദവി എങ്ങനെയാണ്? ഹെറിഡിറ്ററി ആണ്, അതേപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ആണ്. കൃഷിക്കാര് ശ്രദ്ധിക്കുക, കൃഷിക്കാർ കുടിയാന്മാരായി മാറുകയാണ്. 1799 ജന്മിക്ക് കുടിയാനെ ഇറക്കി വിടാനുള്ള ആ ഒരു അവകാശം കൊടുക്കുകയാണ്. 1799 കുടിയാനെ പുറത്താക്കാം എന്നൊരു അവകാശം കൂടി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പിരിക്കുന്ന നികുതിയിൽ 10/11 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും 1/11 ജന്മിക്കും കിട്ടും. അതായത് 11 രൂപ പിരിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ 10 രൂപ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും 1 രൂപ ജന്മി എടുക്കും. 89% കമ്പനിക്കും 11% ആർക്കുമാണ്? ജന്മിക്കുമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന പേര് വരാൻ കാരണം ഒരു തവണ തീരുമാനിച്ചാൽ അതിലെന്തില്ല, മാറ്റൂല. ബംഗാള്, വാരാണസി, ബീഹാർ, ഒഡീഷ, നോർത്തേൺ പാർട്ട് ഓഫ് കർണാടക ഇവിടങ്ങളിലാണ് ഇത് നടന്നത്. 1857 മുതൽ 58 വരെ നീണ്ടുനിന്ന ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇതിനുള്ള പ്രധാന കാരണമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം എന്താണ്? ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു. അവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബോംബെയിൽ ജമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെയൊന്നും ഇവർക്കൊരു ഇടനിലക്കാരനോ നേതാവോ ആരും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തത് റൈത്ത് വാരി സിസ്റ്റം. റൈത്ത് വാരി സിസ്റ്റം ശ്രദ്ധിക്കുക. റൈത്ത് വാരി സിസ്റ്റം മദ്രാസ്, കൂർഗ്, ഈസ്റ്റ് ബംഗാള്, ബോംബെ, അസം എന്നിവിടങ്ങളിലാണ്. തോമസ് മൺട്രോ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് 1820. തോമസ് മൺട്രോ. റൈത്ത് മീൻസ് കർഷകനാണ്. കർഷകനിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുക. 30 വർഷത്തേക്കാണ് നികുതി ഫിക്സഡ് ആയിരിക്കും. 30 വർഷത്തേക്ക് ഇവിടെ ഫിക്സഡ് ആണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ റൈത്ത് വാരിൽ 30 വർഷത്തേക്ക് 50% ഡ്രൈ ലാൻഡ്, 60% വെറ്റ് ലാൻഡ്. ഇങ്ങനെയാണ് ടാക്സ്. അതായത് നിങ്ങളിപ്പോൾ ഡ്രൈ ലാൻഡിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ, വരണ്ട ഭൂമിയിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ 10 രൂപ കിട്ടിയാൽ 50 രൂപ അവിടെ ടാക്സ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഒരു വെറ്റ് ലാൻഡിലാണെങ്കിൽ 100 രൂപ കിട്ടിയാൽ 50 രൂപ കൊടുക്കണം. നിങ്ങളൊരു വെറ്റ് ലാൻഡിലാണെങ്കിൽ 100 രൂപ കിട്ടിയാൽ 60 രൂപ കൊടുക്കണം. 60 രൂപയാണ് വെറ്റ് ലാൻഡിൽ ടാക്സ്. ഇനി നോക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ 51% ഏത് വ്യവസ്ഥയ്ക്ക് കീഴിലായിരുന്നു? റൈത്ത് വാരി സമ്പ്രദായത്തിന് കീഴിലായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശവും ഏത് ഭൂനികുതി വ്യവസ്ഥയുടെ കീഴിലായിരുന്നു? ഏതാണ്? റൈത്ത് വാരി സമ്പ്രദായം. അടുത്ത ലാസ്റ്റ് വൺ മഹൽവാരി സമ്പ്രദായം. 1822 ഹോൾട്ട് മെക്കൻസി ആരംഭിച്ചു. പഞ്ചാബ്, സെൻട്രൽ പ്രൊവിൻസ്, അപ്പർ പ്രൊവിൻസ് ഇവിടങ്ങളിലാണ് മഹൽവാരി ഉണ്ടായിരുന്നത്. മഹൽ മീൻസ് ഗ്രാമം, മഹൽവാരി മീൻസ് ഗ്രാമത്തലവൻ ടാക്സ് പിരിക്കുന്നത്. ഓക്കെ, മഹാജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വരികയാണ്, ശ്രദ്ധിക്കുക. ഉയർന്ന പലിശ നിരക്കിൽ കർഷകർക്ക് പണം കടം കൊടുക്കുന്ന ആൾക്കാരാണ് മഹാജൻസ്, പലിശക്കാര്. സ്വാഭാവികമായിട്ടും ടാക്സ് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ബാക്കിയുള്ളവരിന്ന് കടം വാങ്ങി കൊടുക്കുമല്ലോ, ഇതാണ് മഹാജൻസ്. അപ്പൊ നോക്കാം, ഇനി നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 കോൺവാലീസ് ബംഗാൾ അല്ലെ. റൈത്ത് വാരി സമ്പ്രദായം 1820 തോമസ് മൺട്രോ മദ്രാസ്. മഹൽവാരി സമ്പ്രദായം 1822 ഹോൾട്ട് മെക്കൻസി എവിടെയാണ്? പഞ്ചാബ്. ഇങ്ങനെയല്ലേ വരിക? ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ, കൃത്യമായിട്ട് അല്ലേ. ഓക്കെ, നോക്കുക. അടുത്തത് ഫമൈന്, ഭക്ഷ്യക്ഷാമം. കമ്പനി ഭരിക്കുമ്പോൾ 12 തവണ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. 4 എണ്ണം അതിഭീകരമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയാം. 1769 to 1770 ബംഗാൾ 3 കോടി ആളുകളാണ് ഇത് ബാധിച്ചത്. 1781 to 82 മദ്രാസ്. 1784 നോർത്തേൺ ഇന്ത്യ. പിന്നീട് അതിനുശേഷം 1792 മദ്രാസ്, 1803 നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്,
ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് കമ്പനി ഭരിക്കുന്ന സമയത്താണ്. രാജ്ഞിയുടെ ഭരണകാലം പറയുമ്പോൾ 1943 ബംഗാൾ 2ാം ലോക മഹായുദ്ധകാലത്താണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം. സ്ട്രാച്ചി കമ്മീഷൻ 1901 നിയമിക്കപ്പെട്ടു. മക്ഡൊണാൾഡ് കമ്മീഷൻ 1883 നിയമിക്കപ്പെട്ടു. സ്ട്രാച്ചി കമ്മീഷൻ, മക്ഡൊണാൾഡ് കമ്മീഷൻ എന്നിവ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണേ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ്. ശരി, നമുക്ക് നോക്കാം. സ്ട്രാച്ചി കമ്മീഷൻ 1880 നിയമിക്കപ്പെട്ടത്. 1883 ഇവര് ഒരു ഫെമൈൻ കോഡ് രൂപകൽപ്പന ചെയ്തു. ഇവരെ നിയമിച്ചത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ തെറ്റി. രണ്ടാമത്തത് മക്ഡൊണാൾഡ് കമ്മീഷൻ 1901 നിയമിക്കപ്പെട്ടു. കേഴ്സൺ പ്രഭുവാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. ഇവർ 1901 തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇതും തെറ്റാണ്. നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ് വരിക. ഇനി നിയമിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ 1880 സ്ട്രാച്ചി കമ്മീഷൻ. 1880 83 റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ 1901. ഇത് ലിട്ടൺ ആണ് സ്ട്രാച്ചി കമ്മീഷൻ. മക്ഡൊണാൾഡ് ആരാണ്? കേഴ്സൺ ആണ്. അടുത്തത് ഇത് രണ്ടും ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ഉത്തരം വരിക. അത് രണ്ടും തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ചോർച്ചാ സിദ്ധാന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ദാദാഭായ് നവറോജി, RC ദത്ത് ഇവരൊക്കെ കൂടി അവതരിപ്പിച്ചതാണ്. അതിൽ ദാദാഭായ് നവറോജിയുടെ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചോർച്ചാ സിദ്ധാന്തത്തിലെ ചെലവുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ശമ്പളം ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. നോക്കുക, ഡ്രൈൻ ഓഫ് വെൽത്ത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹോം ചാർജ്, റെമിറ്റൻസ്, ഫോറിൻ ട്രേഡ്. ഹോം ചാർജ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവ്. ഇപ്പോൾ ഉദാഹരണം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഇംഗ്ലണ്ടിൽ ഒരു ഓഫീസ് നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ പൈസ ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണ്. ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് അവിടെ ഒരു ഓഫീസ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ അവരുടെ ചെലവ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇന്ത്യക്കാർക്ക് യാതൊരു ഉപകാരമില്ലാത്ത ചെലവ് ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണ് അവിടെ ചെലവാക്കുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥികൾക്കും പട്ടാളത്തിനും കൊടുക്കുന്ന പെൻഷൻ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ വേണ്ട ചെലവ്. അതായത് ഇവിടുത്തെ ബ്രിട്ടീഷ് പട്ടാളക്കാരന് അവിടെ പോയിട്ട് പെൻഷൻ പറ്റി അവിടെ ഇംഗ്ലണ്ടിൽ താമസിക്കണം, അയാൾക്ക് പോകുന്ന പെൻഷൻ അത് ഇതിൽ ഉൾപ്പെടും. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ബർമയോ ബാക്കി ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ അതിന്റെ ചെലവും ഇന്ത്യയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം എന്താണ്? ഹോം ചാർജ്. ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവ് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബാധിക്കാത്തൊരു ചെലവാണിത്. റെമിറ്റൻസ് ബ്രിട്ടീഷുകാരുടെ ശമ്പളം. ഇവിടെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പറയുന്ന പേരാണെന്ത്? റെമിറ്റൻസ്. ഫോറിൻ ട്രേഡ്, റെയിൽവേ ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ്സ്, മൈനുകള്, ബാങ്കിങ്, ഫാക്ടറീസ് ഇതെല്ലാം ഏതാണ്? ഫോറിൻ ട്രേഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഒന്നുകൂടെ പറയാം, ഹോം ചാർജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന ചെലവാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവിടെ എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ, അവർക്ക് ഓഫീസ് നിർമ്മിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് പെൻഷൻ കൊണ്ടുപോകുന്നത്, പിന്നെ അതേപോലെ തന്നെ അവരേതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ ഇതെല്ലാം ഏതിലാണ്? ഹോം ചാർജിലാണ് പെടുക. റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ശമ്പളമാണ്. ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ മൈൻസ്, ബാങ്കിങ്, റെയിൽവേ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ്. നോക്കുക, ചോർച്ചാ സിദ്ധാന്തത്തിലെ ചെലവുകളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ ശമ്പളം ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1ാം വ്യാവസായിക ഘട്ടത്തിൽ പ്ലാന്റേഷന് പ്രാധാന്യം നൽകി. 2ാം വ്യാവസായിക ഘട്ടത്തിൽ കൺസ്യൂമർ ഗുഡ്സിന് പ്രാധാന്യം നൽകി. 3ാം കാലഘട്ടത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. ഇതൊക്കെ വ്യാവസായിക ഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. നോക്കാം നമുക്ക്. ഇൻഡസ്ട്രീസ് 1914 വരെ പ്ലാന്റേഷന് പ്രാധാന്യം നൽകിയ ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ. തേയില, കാപ്പി, നീലം, റബ്ബർ ഇതെല്ലാം. പിന്നെ അതേപോലെ തന്നെ അതല്ലാത്തതും, ഉദാഹരണം ചണം, കൽക്കരി, ഖനികള് ഇവയ്ക്കും അവര് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു 1914 വരെ. 1914 മുതൽ 39 വരെ കൺസ്യൂമർ ഗുഡ്സിനാണ് അവർ പ്രാധാന്യം നൽകിയത്. വലിയ തോതിൽ ഇന്ത്യനെ മാർക്കറ്റാക്കി മാറ്റി. ലാങ്കാഷെയർ, മാഞ്ചസ്റ്റർ അവിടുത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്തു? വിറ്റഴിച്ചു. പിന്നെ അതേപോലെ തന്നെ 1920 ആയപ്പോൾ, 14 കഴിഞ്ഞ് 20 ആയപ്പോൾ ഇവർക്ക് ഈ കോട്ടൺ, ചണം, ടീ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാധാന്യം ഇല്ലാത്തതായിട്ട് മാറുകയാണ്. പകരം പേപ്പർ, ഗ്ലാസ്, ഷുഗർ, സിമെന്റ് ഇവയെല്ലാം അവർ വികസിപ്പിക്കുകയാണ്. 1921 ശ്രദ്ധിക്കുക, റഹ്മത്തുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷനെ നിയമിക്കുകയാണ്. അവരൊരു ട്രിപ്പിൾ ഫോർമുല കൊണ്ടുവരികയാണ്. അപ്പൊ റഹ്മത്തുള്ള ട്രിപ്പിൾ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടീഷ് വ്യവസായങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. വ്യവസായത്തിന് നാച്ചുറൽ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തത്, അതായത് വ്യവസായത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ള സംഭവമാണ്. രണ്ടാമത്തത് ശ്രദ്ധിക്കുക,
ഇൻഡസ്ട്രിക്ക് സംരക്ഷണം നൽകണം. ഇൻഡസ്ട്രിക്ക് സംരക്ഷണം നൽകണം. മൂന്നാമത്തത് വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരം വേണം, പക്ഷെ അത് ആരോഗ്യകരമായ മത്സരം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യവസായത്തിന് നാച്ചുറൽ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പോൾ ഉദാഹരണം അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികൾ, കുറഞ്ഞ നിരക്കുള്ള വൈദ്യുതി ഇതൊക്കെ കൊടുക്കണം. രണ്ടാമത്തത് ഇൻഡസ്ട്രിക്ക് സംരക്ഷണം ഉണ്ടാകണം. മൂന്നാമത്തെ വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം വേണം. ഗവൺമെന്റ് ആരുടെയും കൂടെ നിൽക്കരുത് എന്നുള്ളതാണ്. അടുത്ത ലാസ്റ്റ് കാലഘട്ടം 1939 മുതൽ 47 വരെയാണ്. ക്യാപിറ്റൽ ഗുഡ്സിന് ഇന്ത്യൻ ആഭ്യന്തര മാർക്കറ്റിൽ ഉൽപാദനം ആരംഭിക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അതായത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കുകയെന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ ഇറക്കുമതി എന്നല്ല പറയാ, ഇമ്പോർട്ട്. അതിന് വരെ നമ്മുടെ നാട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക, അതിനെ പറയുന്ന പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ പറയാണ് ഫോണുകൾ, ഇന്നത്തെ സിറ്റുവേഷനിലാണ്, പഴയ എക്സാമ്പിൾ അല്ല. ഫോൺ വെളിയിൽ നിന്ന് അധികം വരികയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അവർക്കാണ് അധികം ലാഭം പോണത്, വെളിയിലുള്ള കമ്പനിക്ക്. അപ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ വിചാരിക്കുകയാണ്, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് വിചാരിക്കുകയാണ് നമുക്ക് ഇവിടെ തന്നെ എന്തുകൊണ്ട് ഇത് ഉൽപ്പാദിപ്പിച്ചുകൂടാ, അപ്പോൾ അവരുടെ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാം, ഇവിടുത്തെ ആളുകൾക്ക് അതേപോലുള്ള ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഇന്നത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ 1939 മുതൽ 47 വരെയായിരുന്നു. ഹെവി കെമിക്കൽസ്, മെഷീനറി, എയർക്രാഫ്റ്റ്, ഓട്ടോമൊബൈൽസ് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1939 മുതൽ 47 വരെയാണ്.